Dear students, have a nice time. Today we will study about increasing and decreasing functions and the first derivative test. ഇവിടെ തന്നിരിക്കുന്ന ഗ്രാഫ് ശ്രദ്ധിക്കാം. ഇവിടെ വർഷങ്ങൾ മൂവ് ചെയ്യുന്നതിനനുസരിച്ച് അഥവാ കാലപ്പഴക്കത്തിനനുസരിച്ച് ഡാമേജ്ഡ് ആവുന്ന പ്ലെയിൻസിൻ്റെ എണ്ണമാണ് ഇവിടെ തന്നിരിക്കുന്നത്. ഇവിടെ നോക്കിയാൽ സ്റ്റാർട്ടിങ്ങിൽ നമ്പർ ഓഫ് പ്ലെയിൻസ് വിച്ച് ആർ ഡാമേജ്ഡ് കുറഞ്ഞു വരികയാണ്. സ്റ്റാർട്ടിങ്ങിൽ ഇത് ഇത്രയും നമ്പർ ഉണ്ടായിരുന്നു, അവിടുന്ന് കുറഞ്ഞു വരുന്നതായിട്ടാണ് ഈ ഗ്രാഫ് മനസ്സിലാകുന്നത്. സോ ആദ്യത്തെ 4 വർഷം നമ്പർ ഓഫ് പ്ലെയിൻസ് വിച്ച് ആർ ഫൗണ്ട് ഡാമേജ്ഡ് കുറഞ്ഞു വരുന്നു. എന്തുകൊണ്ടായിരിക്കും അവിടെ ഒരു കുറവ് വരുന്നത്? സ്റ്റാർട്ടിങ്ങിൽ ചില തകരാറുകൾ കണ്ടുപിടിക്കപ്പെട്ട് അത് കറക്റ്റഡ് ആക്കിയിട്ട് അവ ഉപയോഗിക്കാൻ പറ്റുന്നത് കൊണ്ടാണ് സ്റ്റാർട്ടിംഗ് സ്റ്റേജിൽ, അതായത് ആദ്യത്തെ 4 വർഷം നമ്പർ ഓഫ് പ്ലെയിൻസ് വിച്ച് ആർ ഡാമേജ്ഡ് കുറഞ്ഞു വന്നത്. ദെൻ കുറേ വർഷങ്ങൾ അതൊരു സ്റ്റേബിളായിട്ട് നിൽക്കുകയാണ്, കോൺസ്റ്റൻ്റ് ആയിട്ട് നിൽക്കുന്നുണ്ട്. അതിനുശേഷം ഒരു പർട്ടിക്കുലർ ഇയർ കഴിയുന്ന സമയത്ത് പിന്നീട് നമ്പർ ഓഫ് പ്ലെയിൻസ് ഡാമേജ്ഡ് കൂടി വരികയാണ്. അപ്പോൾ ഒരു 20 വർഷമൊക്കെ ആകുമ്പോഴേക്കും പ്ലെയിൻസ് ഡാമേജ്ഡ് ആവാനുള്ള സാധ്യത കൂടുതലാണ് എന്ന് നമുക്ക് ഈ ഗ്രാഫ് കണ്ടാൽ മനസ്സിലാവും. വെറുതെ ഒരു ഗ്രാഫിൻ്റെ ഇൻ്റർപ്രിട്ടേഷൻ പറഞ്ഞു എന്നേ ഉള്ളൂ. ഇവിടെ ഗ്രാഫിൽ നമുക്ക് മനസ്സിലാവുന്നത് ഒരു പർട്ടിക്കുലർ ഇൻ്റർവെല് വരെ 0 to 4 വരെയുള്ള ഇൻ്റർവെല്ലിൽ ഗ്രാഫ് കുറഞ്ഞു വരികയാണ്, താഴേക്കാണ് മൂവ് ചെയ്യുന്നത്. അതായത് ഗ്രാഫ് ഒരു ഡിക്രീസിങ് ആയിട്ടാണ് നിൽക്കുന്നത്, അഥവാ ഈ ഫംഗ്ഷൻ ഒരു ഡിക്രീസിങ് ഫംഗ്ഷനാണ് ഓൺ ദ ഇൻ്റർവെൽ 0-4 മുതൽ 10 വരെയുള്ള ഈ ഒരു പോർഷൻ കറക്റ്റ് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഫംഗ്ഷൻ കോൺസ്റ്റൻ്റ് ആണ്. 10 മുതൽ 24 വരെയാണ് ഇവിടെ വരച്ചിട്ടുള്ളത്. 10 to 24 വരെയുള്ള ഇൻ്റർവെല്ലിൽ ഫംഗ്ഷൻ ഇൻക്രീസിങ് ആണ്. സോ എന്തായിരിക്കും ഒരു ഫംഗ്ഷൻ ഇൻക്രീസിങ് ആണ് അല്ലെങ്കിൽ ഡിക്രീസിങ് ആണ് എന്നതിന് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്? സോ കൺസിഡർ ദിസ് ഗ്രാഫ്. ഈ ഒരു ഗ്രാഫ് നോക്കിയാൽ ഇവിടെ എക്സ് ആക്സിസിലുള്ള 2 പോയിൻറ്റ്സ് ഞാൻ സെലക്ട് ചെയ്തിട്ടുണ്ട്, x1 ആൻഡ് x2. x1 ലെസ് ദാൻ x2 ആവുന്ന രീതിയിലാണ് ഇവിടെ സെലക്ഷൻ നടത്തിയിരിക്കുന്നത്. x1 is ലെസ് ദാൻ x2. വാട്ട് അബൌട്ട് f of x1 ആൻഡ് f of x2? ഇവിടെ f of x1 is ലെസ് ദാൻ f of x2 ആണ്. സോ നമ്മളൊരു പർട്ടിക്കുലർ ഇൻ്റർവെല് ചൂസ് ചെയ്യുന്നു. ആ ഇൻ്റർവെല് ഫോർ എക്സാമ്പിൾ ഞാനിവിടെ i എന്ന ഒരു ഇൻ്റർവെല് ചൂസ് ചെയ്തിട്ടുണ്ടെന്ന് വിചാരിക്കാം. ഈ i എന്ന ഇൻ്റർവെലിന് ഉള്ളിൽ ഏത് 2 പോയിൻറ്റ്സ് x1 x2 ചൂസ് ചെയ്താലും f of x1 ലെസ് ദാൻ f of x2 ആയിട്ടാണ് നിൽക്കുന്നതെങ്കിൽ വി വിൽ സേ ദാറ്റ് ദ ഫംഗ്ഷൻ ഈസ് ഇൻക്രീസിങ്. f of x1 കുറവായിരുന്നു, f of x2 എത്തുമ്പോഴേക്കും അത് കൂടുതലായി. സോ ഇറ്റ് ഈസ് ഇൻക്രീസിങ് ഫംഗ്ഷൻ ഇൻ ദിസ് ഇൻ്റർവെൽ. അതുപോലെ i എന്ന ഒരു പർട്ടിക്കുലർ ഇൻ്റർവെല്ലിൻ്റെ ഉള്ളിലുള്ള ഏത് 2 പോയിൻറ്റ്സ് നമ്മൾ എടുത്താലും, ഇവിടെ x1 x2 2 പോയിൻറ്റ്സ് ചൂസ് ചെയ്തിട്ടുണ്ട്, ആർബിട്രലി 2 പോയിൻറ്റ്സ് ആണ്. x1 ലെസ് ദാൻ x2 ആണ്, പക്ഷേ f of x1 ഈസ് ഗ്രേറ്റർ ദാൻ f of x2. f of x1 വലുതായിരുന്നു, x2 എത്തുമ്പോഴേക്കും f of x1 കുറഞ്ഞു. ദാറ്റ് ഈസ് എ ഫംഗ്ഷൻ ഈസ് ഡിക്രീസിങ് ഇറ്റ്സ് വാല്യൂ. ഓക്കെ, so x1 less than x2 implies f of x1 greater than f of x2 for all points x1 x2 in this interval. ആണെങ്കിൽ we can say that the function is decreasing on this interval. ഇനി ഒരു പർട്ടിക്കുലർ ഇൻ്റർവെല്ലിൽ ഒരു ഫംഗ്ഷൻ ഇൻക്രീസിങ്ങോ ഡിക്രീസിങ്ങോ ആണെങ്കിൽ നമ്മൾ ആ ഫംഗ്ഷനെ മോണോട്ടോണിക് ഫംഗ്ഷൻ എന്ന് വിളിക്കുന്നു. So let us have the definitions here. A function f is increasing on an interval I if for every pair of numbers x1 and x2 in I x1 less than x2 implies that f of x1 less than f of x2. നമുക്ക് കേവ് കണ്ടാൽ തന്നെ മനസ്സിലാവും ഇൻക്രീസിങ് കേവ് ആണെങ്കിൽ ഈ രീതിയിലാണ് ഉണ്ടാവുക. കേവ് നോക്കിക്കഴിഞ്ഞാൽ റൈറ്റ് സൈഡിലേക്ക് നമ്മൾ പോകുന്നതിനനുസരിച്ച് ഫംഗ്ഷൻ്റെ വാല്യൂ കൂടി വരുന്നതായിട്ട് കാണാം. And f is decreasing on I if for every pair of numbers x1 and x2 in I x1 less than x2 implies that f of x1 is greater than f of x2. സോ റൈറ്റ് സൈഡിലേക്ക് നമ്മൾ എക്സ് ആക്സിസിൻ്റെ റൈറ്റ് സൈഡിലേക്ക് മൂവ് ചെയ്യുന്നതിനനുസരിച്ച് ഇവിടെ ഫംഗ്ഷൻ്റെ വാല്യൂ കുറഞ്ഞു വരുന്നതായിട്ട് നമുക്ക് മനസ്സിലാവുന്നു. സോ ദിസ് ഇസ് എ ഡിക്രീസിങ് ഫംഗ്ഷൻ. ആൻഡ് എഫ് ഇസ് മോണോട്ടോണിക് ഓൺ ആൻ ഇൻ്റർവെൽ I ഇഫ് ഇറ്റ് ഈസ് ഐദർ ഇൻക്രീസിങ് ഓർ ഡിക്രീസിങ് ഓൺ I. സോ നമ്മൾ ഈ കാണുന്ന ഒരു കേർവ് ശ്രദ്ധിക്കുകയാണെങ്കിൽ y = f of x എന്ന ഫംഗ്ഷൻ്റെ ഗ്രാഫാണ് ഇവിടെ വരച്ചിട്ടുള്ളത്. ഈ ഒരു പോർഷനിൽ കേർവ് ഇൻക്രീസിങ് ആണ്, ഫംഗ്ഷൻ ഇൻക്രീസിങ് ആണ്. ഇവിടെ ഇങ്ങോട്ട് ഫംഗ്ഷൻ ഡിക്രീസിങ് ആണ്, ഇവിടെ ഈ ഭാഗത്ത് ഫംഗ്ഷൻ ഇൻക്രീസിങ് ആണ്. സോ നമ്മൾ ഈ കാണുന്ന ഇൻക്രീസിങ് ആയിട്ട് വരുന്ന ഈ ഭാഗത്തുള്ള ഏതെങ്കിലും ഒരു പോയിന്റ് കേർവിൽ ചൂസ് ചെയ്യുന്നു. അവിടെ നമ്മളൊരു ടാൻജൻറ്റ് വരച്ചു എന്ന് വിചാരിക്കാം. വാട്ട് അബൌട്ട് ദി സ്ലോപ്പ് ഓഫ് ദ ടാൻജൻറ്റ്? കേർവ് ഇത്തരത്തിൽ ഈ ഒരു ഷേപ്പിലാണ് നിൽക്കുന്നതെങ്കിൽ ആ ഭാഗത്ത് നമ്മൾ ടാൻജൻറ്റ് വരച്ചു കഴിഞ്ഞാൽ ടാൻജൻറ്റിലെ സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഈ ഒരു ആംഗിള് തീറ്റയാണ് എങ്കിൽ ടാൻ തീറ്റയാണ്.
സോ ഈ ആംഗിൾ ഇപ്പോൾ 90 ഡിഗ്രീനേക്കാൾ കുറവായതുകൊണ്ട് ടാൻ തീറ്റ ഈസ് പോസിറ്റീവ്. ഓക്കെ, സോ സ്ലോപ്പ് പോസിറ്റീവ് ആണ് ഈ ഒരു പോയിന്റിൽ. ഇനി നമുക്ക് ഫംഗ്ഷൻ ഡിക്രീസിങ് ആവുന്ന ഒരു പോയിന്റിൽ ഇതുപോലൊരു ടാൻജൻറ്റ് വരച്ച് നോക്കാം. സോ ടാൻജൻറ്റ് ഇങ്ങനെ ഈ സൈഡിലേക്ക് വളഞ്ഞാണ് നിൽക്കുക എന്നുള്ളത് നമുക്കറിയാം ടാൻജൻറ്റ് വരയ്ക്കുമ്പോൾ. സോ ഇതിൻ്റെ ഈ ഭാഗത്തുള്ള സ്ലോപ്പ് കാണണമെങ്കിൽ അഗെയിൻ വി വിൽ ഡ്രോ എ ലൈൻ പാരലൽ ടു എക്സ് ആക്സിസ് ആൻഡ് ഇഫ് ദിസ് ആംഗിൾ ഇസ് തീറ്റ, ടാൻ തീറ്റ എന്നത് ഇപ്പം തീറ്റ സെക്കൻഡ് ക്വാഡ്രൻറ്റിലാണ് നിൽക്കുന്നത്. 90 ഡിഗ്രീനേക്കാൾ കൂടുതലാണ് തീറ്റയുള്ളത്. സോ ടാൻ തീറ്റ ഈസ് നെഗറ്റീവ്. സെക്കൻഡ് ക്വാഡ്രൻറ്റിൽ ടാൻ നെഗറ്റീവ് ആണ്. സോ ഹിയർ സ്ലോപ്പ് ഇസ് നെഗറ്റീവ്. എഗെയിൻ ഈ ഒരു പോയിന്റ് എടുക്കുക. ഇവിടെ ഫംഗ്ഷൻ ഇൻക്രീസിങ് ആയിട്ടാണ് വരുന്നത്. ഈ പോയിന്റിൽ ഇതേപോലെ നിങ്ങൾ ടാൻജൻറ്റ് വരച്ചു കഴിഞ്ഞാൽ സ്ലോപ്പ് പോസിറ്റീവ് ആയിരിക്കും. സോ നമുക്ക് ഒരു ഗ്രാഫ് നോക്കിയിട്ട് ഫംഗ്ഷൻ ഇൻക്രീസിങ് ആണോ ഡിക്രീസിങ് ആണോ അറിയണമെങ്കിൽ ഗ്രാഫിൽ ആ ഒരു പർട്ടിക്കുലർ പോയിന്റിൽ ഏത് പോയിന്റിലാണോ നമുക്ക് ചെക്ക് ചെയ്യേണ്ടത് ആ പോയിന്റിൽ നമ്മൾ ടാൻജൻറ്റ് വരയ്ക്കുന്നു. ടാൻജൻറ്റിൻ്റെ സ്ലോപ്പ് പോസിറ്റീവ് ആണെങ്കിൽ ഫംഗ്ഷൻ ഇൻക്രീസിങ് ആയിരിക്കും. സ്ലോപ്പ് നെഗറ്റീവ് ആണെങ്കിൽ ഫംഗ്ഷൻ ഡിക്രീസിങ് ആയിരിക്കും. ഇനി സ്ലോപ്പ് ഓഫ് ദ ടാൻജൻറ്റ് എന്നതിന് നമ്മൾ കൊടുത്തിട്ടുള്ള ഒരു എക്സ്പ്രഷനാണ് എഫ് ഡാഷ് എക്സ് എന്നത്. എക്സ് എന്ന ഒരു പർട്ടിക്കുലർ പോയിന്റിൽ നിങ്ങൾ കേർവിൽ വരയ്ക്കുന്ന അല്ലെങ്കിൽ എക്സ് എഫ് ഓഫ് എക്സ് എന്ന പോയിന്റിൽ കേർവിൽ വരയ്ക്കുന്ന ടാൻജൻറ്റിൻ്റെ സ്ലോപ്പാണ് എഫ് ഡാഷ് എക്സ് എന്ന് പറയുന്നത്. സോ ഒരു പർട്ടിക്കുലർ പോയിന്റിൽ എക്സ് എന്ന ഒരു പർട്ടിക്കുലർ പോയിന്റിൽ ഫംഗ്ഷൻ ഇൻക്രീസിങ് ആണോ ഡിക്രീസിങ് ആണോ എന്നറിയണമെങ്കിൽ എഫ് ഡാഷ് എക്സ് കണ്ടുപിടിക്കുന്നു. എഫ് ഡാഷ് എക്സ് ഗ്രേറ്റർ ദാൻ 0 ആണ് എങ്കിൽ, അതായത് പോസിറ്റീവ് ആണ് എങ്കിൽ ഫംഗ്ഷൻ ഇൻക്രീസിങ് ആണ്. എഫ് ഡാഷ് എക്സ് ലെസ് ദാൻ 0 ആണെങ്കിൽ ഫംഗ്ഷൻ ഡിക്രീസിങ് ആണ് ആ ഒരു പർട്ടിക്കുലർ പോയിന്റിൽ. സോ ഇങ്ങനെയാണ് ഒരു ഫംഗ്ഷൻ്റെ ഫസ്റ്റ് ഡെറിവേറ്റീവ് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ഫംഗ്ഷൻ ഇൻക്രീസിങ് ആണോ ഡിക്രീസിങ് ആണോ എന്ന് കണ്ടുപിടിക്കുന്നത്. സോ വി വിൽ സ്റ്റേറ്റ് ദാറ്റ് ആസ് എ തിയറം. സപ്പോസ് എഫ് ഇസ് ഡിഫറൻഷ്യബിൾ ഓൺ ആൻ ഇൻ്റർവൽ ഓൺ ആൻ ഓപ്പൺ ഇൻ്റർവൽ എ ബി, ഓപ്പൺ ഇൻ്റർവൽ എ ബി. If f dash x greater than 0 for all x in open interval AB, then f is increasing on open interval AB. If f dash x less than 0 for all x in open interval AB, then f is decreasing on AB. And if f dash x equal to 0 for all x in AB, then f is a constant on AB. So it has a simple proof here. Let x1 and x2 be two numbers in open interval AB. Open interval AB യിലെ 2 പോയിന്റ്സ് ആണ് നമ്മൾ x1 ഉം x2 ഉം ചൂസ് ചെയ്തത്. x1 ലെസ് ദാൻ x2 ആണെന്ന് വിചാരിക്കുക. നമ്മൾ ചൂസ് ചെയ്യുന്ന പോയിന്റ്സിൽ ആദ്യം വരുന്നത് x1 ആണ്, ദെൻ x2 ആണെന്ന് വിചാരിക്കുക. സോ ഓപ്പൺ ഇൻ്റർവൽ എ ബിയിൽ ഫംഗ്ഷൻ ഡിഫറൻഷ്യബിൾ ആണെന്ന് തന്നാൽ ഇതിൻ്റെ ഉള്ളിലുള്ള 2 പോയിന്റ്സ് ആണ് നമ്മൾ x1 x2 ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ വി ക്യാൻ സേ ദാറ്റ് ഇറ്റ് ഈസ് ഡിഫറൻഷ്യബിൾ ഇൻ കണ്ടിന്യൂസ് ആൻഡ് ക്ലോസ്ഡ് ഇൻ്റർവൽ x1 x2. So we can say that f is differentiable on open interval AB. So it is continuous on closed interval x1 x2 and differentiable on open interval x1 x2. അത് നമ്മൾ എടുത്തു പറയാനുള്ള കാരണം then we can use mean value theorem. What was mean value theorem? If f is continuous on a closed interval x1 x2 and differentiable on open interval x1 x2, then there is a number c in open interval x1 x2 such that f dash c equal to f of x2 minus f of x1 divided by x2 minus x1. ഇത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ് മീൻ വാല്യൂ തിയറം. സോ ഇവിടെ നമ്മൾ മീൻ വാല്യൂ തിയറം അപ്ലൈ ചെയ്യാൻ പോവാണ്. ക്ലോസ്ഡ് ഇൻ്റർവൽ x1 x2ലാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. സോ വി ക്യാൻ സേ ദാറ്റ് ദർ ഇസ് എ നമ്പർ c സാറ്റിസ്ഫൈങ് ദിസ് റിസൾട്ട്. Or we can say that f of x2 minus f of x1 equal to cross multiplying f dash c into x2 minus x1. നമ്മുടെ അസംഷൻ പ്രകാരം ഓപ്പൺ ഇൻ്റർവൽ എ ബിയിലുള്ള എല്ലാ പോയിൻറ്റ്സിലും ഏതൊരു പോയിൻ്റ് എക്സ് നിങ്ങൾ എടുത്താലും എഫ് ഡാഷ് എക്സ് ഗ്രേറ്റർ ദാൻ 0 ആണ്. ഇവിടെ നമുക്ക് ലഭിച്ച സി എന്ന പോയിൻ്റ് ഓപ്പൺ ഇൻ്റർവൽ x1 x2ലുള്ള പോയിൻ്റ് ആണ്. അതുകൊണ്ട് ആ പോയിൻ്റ് ഓപ്പൺ ഇൻ്റർവൽ എ ബിയിലുള്ള പോയിൻ്റ് ആണെന്ന് നമുക്ക് പറയാം. Therefore f dash c is greater than 0. Okay, so this function f dash c is greater than 0 and we assumed that x1 is less than x2. Therefore x2 minus x1 is greater than 0. So the product right hand side is greater than 0. So what happens? F of x2 minus f of x1 is positive. Or we can say that we can take f of x1 to the right side and we may say f of x1 is less than f of x2. So what happens if we assume that x1 is less than x2, then we showed that f of x1 is less than f of x2. This shows that f is increasing on open interval AB. തിയറത്തിൻ്റെ ബി പാർട്ട് ഇതുപോലെ തന്നെ നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. അവിടെ നമ്മളുടെ അസംഷൻ എന്തായിരിക്കണം? എഫ് ഡാഷ് എക്സ് ഇസ് ലെസ് ദാൻ 0 ഫോർ ഓൾ എക്സ് ഇൻ ഓപ്പൺ ഇൻ്റർവൽ എ ബി. ഇതാണ് നമ്മുടെ അസംഷൻ. ആൻഡ് വി ഹാവ് ടു ഷോ ദാറ്റ് ദ ഫംഗ്ഷൻ ഇസ് ഡിക്രീസിങ്. ഫംഗ്ഷൻ ഡിക്രീസിങ് ആണെന്ന് കാണിക്കണമെങ്കിൽ നമ്മൾ പ്രൂവ് ചെയ്യേണ്ടത് x1 ലെസ് ദാൻ x2 ഇംപ്ലൈസ്
എഫ് ഓഫ് എക്സ് വൺ ഇസ് ഗ്രേറ്റർ ദാൻ എഫ് ഓഫ് എക്സ് ടു. ഇതാണ് നമുക്ക് പ്രൂവ് ചെയ്യാനുണ്ടായിരുന്നത്. നമ്മളിവിടെ ചെയ്തതുപോലെ തന്നെ അസംഷൻസ് ഒക്കെ ചെയ്യുന്നു. എഫ് ഇസ് ഡിഫറൻഷ്യബിൾ ഓൺ ഓപ്പൺ ഇൻ്റർവൽ എ ബി ആയതുകൊണ്ട് ഇറ്റ് ഈസ് കണ്ടിന്യൂസ് ഓൺ ക്ലോസ്ഡ് ഇൻ്റർവൽ എക്സ് വൺ എക്സ് ടു ആൻഡ് ഡിഫറൻഷ്യബിൾ ഓൺ ഓപ്പൺ ഇൻ്റർവൽ എക്സ് വൺ എക്സ് ടു. സോ ബൈ മീൻ വാല്യൂ തിയറം ദർ ഇസ് എ നമ്പർ സി ബിറ്റ്വീൻ എക്സ് വൺ എക്സ് ടു സാറ്റിസ്ഫൈങ് ദിസ് റിസൾട്ട് ആൻഡ് വി റൈറ്റ് ഹിയർ. ഇതുപോലെ തന്നെ നമ്മൾ എഴുതി. ഇതുവരെ പ്രൂഫ് സെയിം ആണ് വരുന്നത്. ഈ പോയിന്റ് വെച്ചിട്ട് നമ്മൾ മാറ്റി പറയേണ്ടി വരും. നമ്മുടെ ഇവിടെയുള്ള അസംഷൻ പ്രകാരം ഓപ്പൺ ഇൻ്റർവൽ എ ബിയിലെ ഏത് പോയിന്റ് എടുത്താലും എഫ് ഡാഷ് എക്സ് ലെസ് ദാൻ 0 ആണ്. ഇവിടെ സി എന്നത് എക്സ് വൺ എക്സ് ടു ഈ കാണുന്ന ഇൻ്റർവെലിൻ്റെ ഉള്ളിലുള്ള ഒരു പോയിന്റ് ആണ്. അതുകൊണ്ട് അത് ഓപ്പൺ ഇൻ്റർവൽ എ ബിയുടെ ഉള്ളിലുള്ള ഒരു പോയിന്റ് ആണ്. സോ എഫ് ഡാഷ് സി ലെസ് ദാൻ 0 ആണ് ഈ കേസിൽ ഇവിടെ. സോ എഫ് ഡാഷ് സി ഇസ് ലെസ് ദാൻ 0 ബൈ അവർ അസംഷൻ. ഇനി നമ്മൾ അസ്യൂം ചെയ്തിരിക്കുന്നത് എക്സ് വൺ ലെസ് ദാൻ എക്സ് ടു എന്നാണ്. നൗ എക്സ് വൺ ലെസ് ദാൻ എക്സ് ടു ഇംപ്ലൈസ് ദാറ്റ് x2 minus x1 is greater than 0. അതിൽ മാറ്റമില്ല. സോ വാട്ട് ഹാപ്പൻസ് ടു ദിസ് റൈറ്റ് ഹാൻഡ് സൈഡ്? എഫ് ഡാഷ് സി നെഗറ്റീവ് ആണ്, x2 മൈനസ് x1 പോസിറ്റീവ് ആണ്. സോ പ്രോഡക്റ്റ് എടുത്തു കഴിഞ്ഞാൽ റൈറ്റ് ഹാൻഡ് സൈഡ് നമുക്ക് നെഗറ്റീവായിട്ട് ലഭിക്കുന്നു. ദഫോ എഫ് ഓഫ് എക്സ് ടു മൈനസ് എഫ് ഓഫ് എക്സ് വൺ ഇസ് നെഗറ്റീവ് മീൻസ് ലെസ് ദാൻ 0. എഫ് ഓഫ് എക്സ് ടു മൈനസ് എഫ് ഓഫ് എക്സ് വൺ ലെസ് ദാൻ 0 ആണെങ്കിൽ എഫ് ഓഫ് എക്സ് വൺ ഇസ് ഗ്രേറ്റർ ദാൻ എഫ് ഓഫ് എക്സ് ടു ആയിരിക്കും. ഓക്കെ. സോ ഈ പാർട്ടിൽ പ്രൂഫിൻ്റെ എ പാർട്ടും ബി പാർട്ടും ഈ ഒരു പാർട്ട് വരെ സിമിലർ ആയിട്ടാണ് വരുന്നത്. ഇവിടുത്തെ ശേഷമുള്ള എക്സ്പ്ലനേഷനിൽ മാത്രമേ നമുക്ക് മാറ്റം വരുന്നുള്ളൂ. സോ യു ക്യാൻ ഡു ഇറ്റ്. തിയറത്തിൻ്റെ സി പാർട്ടിൽ പറഞ്ഞിരിക്കുന്നത് എഫ് ഡാഷ് എക്സ് ഈക്വൽ 0 ഫോർ ഓൾ എക്സ് ഇൻ ഓപ്പൺ ഇൻ്റർവൽ എ ബി ആണെങ്കിൽ എഫ് ഇസ് എ കോൺസ്റ്റൻറ്റ് ഓൺ എ ബി എന്നാണ്. അത് നമ്മൾ കഴിഞ്ഞ സെക്ഷനിൽ കോൺസിക്വൻസസ് ഓഫ് മീൻ വാല്യൂ തിയറം എന്ന സെക്ഷൻ പറയുന്ന സമയത്ത് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മളത് പ്രൂവ് ചെയ്ത് കാണിച്ചിട്ടുണ്ട്. സോ ഹൗ ക്യാൻ വി ഡിറ്റർമിൻ ദ ഇൻ്റർവെൽസ് where a function is increasing or decreasing? First of all, we have to find the value cx for which f dash x equal to 0 or f dash x does not exist. Use these values of x to partition the domain of f into open intervals. Select a test number c in each interval found in step 1 and determine the sign of f dash c in that interval. If f dash c greater than 0, function is increasing. If f dash c less than 0, function is decreasing. And if f dash c equal to 0, then f is constant on that interval. എന്താണ് ടെസ്റ്റിൽ പറഞ്ഞത് നോക്കാം. നമ്മുടെ ഒരു ഫംഗ്ഷൻ ഫോർ എക്സാമ്പിൾ ഇത്തരത്തിലൊരു ഫംഗ്ഷൻ ആണെന്ന് വിചാരിക്കാം. ഫംഗ്ഷൻ ഇതുപോലൊരു പരാബോള പോലെ ഈ ഒരു പോയിന്റ് വരെ നിൽക്കുന്നു. ദെൻ ഇവിടെ ഇങ്ങനെ സ്ട്രെയിറ്റ് ലൈൻ വരുന്നുണ്ട്. ദെൻ ഹിയർ വി ഹാവ് ഫംഗ്ഷൻ ഹിയർ. ഓക്കെ, ഇത്തരത്തിലാണ് എൻ്റെ ഫംഗ്ഷൻ നിൽക്കുന്നതെന്ന് വിചാരിക്കാം. സോ ഇവിടെ ഫംഗ്ഷൻ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഫോർ എക്സാമ്പിൾ ഈ ഒരു പോയിന്റ് എ ആണെന്ന് വിചാരിക്കുന്നു. സോ ദിസ് പോയിന്റ് ഇസ് ബി ഹിയർ, ഹിയർ ഇറ്റ് ഇസ് സി ആൻഡ് ഹിയർ ഇറ്റ് ഇസ് ഡി ആൻഡ് ദ ലാസ്റ്റ് ഇൻ്റർവെൽ ഹിയർ ഇ, ലാസ്റ്റ് എൻഡ് പോയിന്റ് ഓഫ് ദ ഇൻ്റർവെൽ ഇ. ഓക്കെ, എ ടു ഇ ഈ കാണുന്ന ഇൻ്റർവെല്ലിൻ്റെ ഉള്ളിലാണ് ഈ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. സോ ഫംഗ്ഷൻ ഇൻ്റർവെല്ലിൽ എ മുതൽ ബി വരെയുള്ള ഈ കാണുന്ന പോയിൻറ്റ്സിൽ ഫംഗ്ഷൻ ഇൻക്രീസിങ് ആണ്. ദെൻ ബി ടു സി ഇറ്റ് ഈസ് ഡിക്രീസിങ്. From C to D it is increasing and from D to E it is decreasing. പക്ഷേ നമുക്ക് ഫംഗ്ഷൻ്റെ ഇക്വേഷൻ ആണ് തന്നിട്ടുള്ളതെങ്കിൽ, കേവിനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന ഇക്വേഷൻ ആണ് തന്നിട്ടുള്ളതെങ്കിൽ ഗ്രാഫ് വരയ്ക്കാതെ നമുക്കത് കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടാണ്. ഓക്കെ, ഈ പറഞ്ഞ ഒരു എക്സ്പ്ലനേഷൻ വെച്ചിട്ട് കേവിൻ്റെ ഷേപ്പ് നോക്കി നമുക്ക് കണ്ടുപിടിക്കണമെങ്കിൽ ഗ്രാഫ് തന്നിട്ടുണ്ടാവണം. സോ ഗ്രാഫ് വരയ്ക്കാതെ എങ്ങനെയാണ് നമുക്കത് തീരുമാനിക്കാനാവുക ഫംഗ്ഷൻ ഇൻക്രീസിങ് ആണോ ഡിക്രീസിങ് ആണോ എന്നുള്ളത്? നമ്മൾ തൊട്ട് മുമ്പ് പറഞ്ഞ റിസൾട്ട് പ്രകാരം ഈ ഒരു ഇൻ്റർവെല്ലിൻ്റെ ഉള്ളിൽ എ ബി എന്ന ഇൻ്റർവെല്ലിൻ്റെ ഉള്ളിൽ ഏത് പോയിന്റ് എടുത്താലും അവിടെയെല്ലാം തന്നെ എഫ് ഡാഷ് സി ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ, അല്ലെങ്കിൽ എഫ് ഡാഷ് എക്സ് ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ ഫംഗ്ഷൻ ഇൻക്രീസിങ് ആണ്. ഇവിടെയുള്ള ഏത് പോയിന്റ് നിങ്ങൾ എടുത്താലും എഫ് ഡാഷ് എക്സ് കണ്ടാൽ നെഗറ്റീവ് ആയിരിക്കും. ഇവിടെയുള്ളൊരു പോയിന്റ് എടുത്താൽ എഫ് ഡാഷ് എക്സ് ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കും. ഇതിൻ്റെ ഇടയിലുള്ള ഡി ടു ഇ ഉള്ള ഒരു പോയിന്റ് നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ ഇവിടെ എഫ് ഡാഷ് എക്സ് കണ്ടാൽ അതിൻ്റെ വാല്യൂ ലെസ് ദാൻ 0 ആയിരിക്കും. ഇവിടെ ഫംഗ്ഷൻ ഡിക്രീസിങ് ആണ്. പക്ഷെ നമുക്ക് എങ്ങനെയാണ് മനസ്സിലാവുന്നത് ഏതെല്ലാം ഇൻ്റർവെല്ലിൻ്റെ ഉള്ളിലാണ് ഫംഗ്ഷൻ ഇൻക്രീസിങ്ങും ഡിക്രീസിങ്ങും ആണെന്നുള്ളത്? അതിനായിട്ട് നമുക്ക് ഈ എ ഇ എന്ന ഇൻ്റർവെല്ലിൻ്റെ ഉള്ളിൽ കുറേ പോയിൻറ്റ്സ് കണ്ടുപിടിക്കേണ്ടി വരുന്നു. ഇൻക്രീസിങ് ആയിരുന്ന ഫംഗ്ഷൻ എവിടെ തൊട്ടാണ് ഡിക്രീസിങ് ആവുന്നത് അത് മനസ്സിലാവുന്ന രീതിയിൽ നമുക്ക് ഈ ഇൻ്റർവെല്ലിനെ ബ്രേക്ക് ചെയ്ത് മാറ്റിയാൽ മാത്രമേ ഫംഗ്ഷൻ കറക്റ്റായിട്ട് ഇന്ന പോർഷനിൽ ഇൻക്രീസിങ് ആണ് ഡിക്രീസിങ് ആണ് എന്ന് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ ആലോചിക്കുന്നത് ഇൻക്രീസിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു ഫംഗ്ഷൻ ഒരു പോയിന്റ് വെച്ച് ഡിക്രീസിങ് ആവാൻ തുടങ്ങണമെങ്കിൽ ആ പോയിന്റിൽ നമ്മൾ ടാൻജൻറ്റ് വരച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ടാൻജൻറ്റിൻ്റെ സ്ലോപ്പ് 0 ആയിരിക്കും. ആ ഒരു കണ്ടീഷനാണ് ഇവിടെ നമുക്ക് അപ്ലൈ ചെയ്യാൻ പോകുന്നത്. സോ ബി എന്ന പോയിന്റ് കണ്ടുപിടിക്കണം നമ്മൾ എന്ത് ചെയ്താൽ മതി? എഫ് ഡാഷ് എക്സ് ഈക്വൽ ടു 0 ആവുന്ന പോയിന്റ് കണ്ടു കഴിഞ്ഞാൽ അതിൽ ബി ഉണ്ടാകും.
എഫ് ഡാഷ് എക്സ് ഈക്വൽ 0 ആവുന്ന ഏതൊക്കെ പോയിന്റ്സ് ഉണ്ടെന്ന് നോക്കിയാൽ ഈ ഒരു ഗ്രാഫ് പ്രകാരം അതിൽ ബി എന്ന പോയിന്റും ഡി എന്ന പോയിന്റും നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, ഇവിടെ ഇങ്ങനെ കേർവ് പീക്കില്ലാതെ ഇത്തരത്തിൽ സ്മൂത്ത് ആർക്കായിട്ടാണ് വരുന്നതെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഡി എന്ന പോയിന്റിലും എഫ് ഡാഷ് എക്സ് ഈക്വൽ ടു 0 ആണ്. പക്ഷേ സി എന്ന പോയിന്റ് കേട്ടാൽ അവിടെ ഫംഗ്ഷൻ ഡിഫറൻഷ്യബിൾ അല്ല, കാരണം ഇവിടെ ഷാർപ്പ് പോയിന്റ് ആണ് വരുന്നത്. സോ ഈ ഒരു പോയിന്റിൽ സി എന്ന പോയിന്റിൽ എഫ് ഡാഷ് എക്സ് ഡിഫൈൻഡ് അല്ല. സോ ഏതൊക്കെയാണ് പോസിബിലിറ്റീസ് ഉള്ളത്? ഫംഗ്ഷൻ ഇൻക്രീസിംഗ് ആയിക്കൊണ്ടിരിക്കുന്ന ഫംഗ്ഷൻ ഡിക്രീസിംഗ് ആയി മാറണമെങ്കിൽ ഒന്നുകിൽ എഫ് ഡാഷ് എക്സ് ഈക്വൽ ടു 0 ആയിരിക്കണം, അല്ലെങ്കിൽ എഫ് ഡാഷ് എക്സ് ഡിഫൈൻഡ് ആവാൻ പാടില്ല. സോ ആദ്യം നമ്മൾ ലൊക്കേറ്റ് ചെയ്യുന്നത് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 0 എന്ന ഇക്വേഷനിൽ നിന്ന് എഫ് ഡാഷ് എക്സ് ഈക്വൽ ടു 0 എന്ന ഇക്വേഷൻ ഫോം ചെയ്യുന്നു. എഫ് ഡാഷ് എക്സ് 0 ആവുന്ന പോയിന്റ്സ്, അതോടെ തന്നെ എഫ് ഡാഷ് എക്സ് എക്സിസ്റ്റ് ചെയ്യാത്ത പോയിന്റ്സ്, അത്തരം പോയിന്റ്സ് നമ്മൾ നോട്ട് ചെയ്യുന്നു. അത്തരം പോയിന്റ്സിലാണ് ഇൻക്രീസിംഗ് ആയിക്കൊണ്ടിരിക്കുന്ന ഫംഗ്ഷൻ ഡിക്രീസിംഗ് ആയി തുടങ്ങാനുള്ള സാധ്യതയോ അല്ലെങ്കിൽ ഡിക്രീസിംഗ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു ഫംഗ്ഷൻ ഇൻക്രീസിംഗ് ആവാനുള്ള സാധ്യതയോ ഉള്ളത് നമ്മൾ ഈ കണ്ടുപിടിക്കപ്പെടുന്ന പോയിന്റ്സിലാണ്. ഒന്നുകിൽ എഫ് ഡാഷ് എക്സ് 0 ആവുന്ന പോയിന്റ്സ്, അല്ലെങ്കിൽ എഫ് ഡാഷ് എക്സ് എക്സിസ്റ്റ് ചെയ്യാത്ത പോയിന്റ്സ്. സോ ആ പോയിന്റ്സ് എല്ലാം നമ്മൾ നോട്ട് ചെയ്ത് വെക്കുന്നു. അതാണ് നമ്മുടെ സ്റ്റെപ്പ് 1 ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഇനി സ്റ്റെപ്പ് 2 നമ്മൾ എന്ത് ചെയ്യണം? ഇപ്പോൾ നമുക്ക് എന്ത് മനസ്സിലായി? എ ഇ എന്ന ഇൻ്റർവെല്ലിനെ നമ്മൾ കുറേ സബ് ഇൻ്റർവെൽസ് ആക്കി മാറ്റി. എ ബി, ബി സി, സി ഡി ആൻഡ് ഡി ഇ. ഈ ഓരോ ഇൻ്റർവെല്ലിൻ്റെ ഉള്ളിൽ ഫംഗ്ഷൻ ഇൻക്രീസിംഗ് ആണോ ഡിക്രീസിംഗ് ആണോ എന്നാണ് നമുക്ക് ചെക്ക് ചെയ്യാനുള്ളത്. അതിനുവേണ്ടി നമ്മൾ ഓരോ ഇൻ്റർവെല്ലിൻ്റെ ഉള്ളിൽ നിന്നും ഒരു ആർബിട്രറി പോയിന്റ്, ക്യാപിറ്റൽ സി എന്ന ഒരു ആർബിട്രറി പോയിന്റ് ചൂസ് ചെയ്യാമെന്ന് വിചാരിക്കാം. എഫ് ഡാഷ് സി നിങ്ങൾ കണ്ടു നോക്കുന്നു. എഫ് ഡാഷ് സി പോസിറ്റീവ് ആണെങ്കിൽ ഈ കാണുന്ന ഇൻ്റർവെല്ലിൽ ഫംഗ്ഷൻ ഇൻക്രീസിംഗ് ആയിരിക്കും. ഇനി വേറൊരു ഇൻ്റർവെല്ലിൽ ചൂസ് ചെയ്യുന്നു, അവിടെ നിങ്ങൾ എഫ് ഡാഷ് സി കണ്ടപ്പം നെഗറ്റീവ് ആണ് വരുന്നതെങ്കിൽ ആ ഇൻ്റർവെല്ലിൻ്റെ ഉള്ളിൽ ഫംഗ്ഷൻ നെഗറ്റീവ് ആയിരിക്കും. അതാണ് സെക്കൻഡ് സ്റ്റെപ്പിൽ നമുക്ക് ചെയ്യാനുള്ളത്. ഫസ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ എഫ് ഡാഷ് എക്സ് 0 ആവുന്ന പോയിന്റ്സും എഫ് ഡാഷ് എക്സ് എക്സിസ്റ്റ് ചെയ്യാത്ത പോയിന്റ്സും കണ്ടുപിടിക്കുന്നു. അതിന് വേറൊരു ഭാഷയിൽ പറഞ്ഞാൽ എഫ് എന്ന ഫംഗ്ഷൻ്റെ ക്രിറ്റിക്കൽ പോയിന്റ്സിലെ ക്രിറ്റിക്കൽ നമ്പേഴ്സാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. ആ ക്രിറ്റിക്കൽ നമ്പേഴ്സ് ഉപയോഗിച്ചുകൊണ്ട് ഐ എന്ന ഇൻ്റർവെല്ലിനെ നമ്മൾ പാർട്ടീഷൻ ചെയ്യുന്നു. ഓരോ സബ് ഇൻ്റർവെൽസിൻ്റെ ഉള്ളിൽ നിന്നും ആർബിട്രറി ആയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു പോയിന്റ് സെലക്ട് ചെയ്തിട്ട് ആ പോയിന്റിൽ എഫ് ഡാഷ് സി കണ്ടുപിടിക്കുന്നു. എഫ് ഡാഷ് സി പോസിറ്റീവ് ആണെങ്കിൽ എഫ് ഇസ് ഇൻക്രീസിംഗ് ഓൺ ദാറ്റ് ഇൻ്റർവെൽ, എഫ് ഡാഷ് സി നെഗറ്റീവ് ആണെങ്കിൽ എഫ് ഇസ് ഡിക്രീസിംഗ് ഓൺ ദാറ്റ് ഇൻ്റർവെൽ, ആൻഡ് ഇഫ് എഫ് ഡാഷ് സി ഈക്വൽ ടു 0 then എഫ് ഇസ് എ കോൺസ്റ്റന്റ് ഓൺ ദാറ്റ് ഇൻ്റർവെൽ. So that is a way of finding the intervals where a function is increasing or decreasing. Determine the intervals where the function f of x equal to x cube minus 3x square plus 2 is increasing and where it is decreasing. So as we have discussed earlier, we have to find f dash x. And we have to locate the points at which either f dash x equal to 0 or f dash x doesn't exist. That's the critical numbers of the function f of x. F dash x equal to 3x square minus 3 into 2x, that is minus 6x plus 0. So we can take 3x outside, 3x into x minus 2. So f dash x 0 ആവുന്ന പോയിന്റ്സ് എന്ന് പറയുന്നത് x equal to 0യും x equal to 2ഉം ആണ്. ഇവിടെ f dash x എക്സിസ്റ്റ് ചെയ്യാത്ത പോയിന്റ്സ് ഒന്നും തന്നെ ഇല്ല. f dash x exists for all real numbers. It is a polynomial function. So it is differentiable on minus infinity, infinity. ഇവിടെ ഫംഗ്ഷൻ്റെ ഡൊമെയിൻ നമുക്ക് പ്രത്യേകമായി തരാത്തത് കൊണ്ട് ഡൊമെയിൻ നമുക്ക് മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി വരെയുള്ള ഇൻ്റർവെൽ തന്നെ എടുക്കാം. സോ നമ്മൾ ചെയ്യാൻ പോകുന്നത് മൊത്തം ഇൻ്റർവെൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി വരെയാണുള്ളത്. അതിനെ നമ്മൾ കുറച്ച് ഭാഗങ്ങളാക്കി മാറ്റാൻ പോവുകയാണ്. സോ ഇതിൻ്റെ ഇടയ്ക്കുള്ള 2 പോയിന്റ്സ് നമ്മൾ ലൊക്കേറ്റ് ചെയ്തു. എഫ് ഡാഷ് എക്സ് 0 ആവുന്ന പോയിന്റ്സ് ഒന്ന് 0യും ഒന്ന് 2ഉമാണ്. സോ ഈ മൊത്തം മൈനസ് ഇൻഫിനിറ്റി മുതൽ ഇൻഫിനിറ്റി വരെയുള്ള ഇൻ്റർവെല്ലിനെ നമ്മൾ 3 ഭാഗങ്ങളാക്കി മാറ്റുന്നു. ആദ്യത്തെ സബ് ഇൻ്റർവെല്ലിൽ മൈനസ് ഇൻഫിനിറ്റി മുതൽ 0 വരെ, ദെൻ 0 ടു 2 വരെ, ദെൻ 2 ടു ഇൻഫിനിറ്റി. ഓക്കെ, സോ ഈ 3 ഇൻ്റർവെൽസ് ഇപ്പം നമ്മളെ മുമ്പിലുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഈ ഇൻ്റർവെല്ലിൻ്റെ ഉള്ളിൽ നിന്നും നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു പോയിന്റ് സെലക്ട് ചെയ്യാം. ആ സമയത്ത് എഫ് ഓഫ് എക്സിൻ്റെ വാല്യൂ എഫ് ഡാഷ് എക്സിൻ്റെ വാല്യൂ എന്താണ് എന്ന് കണ്ടുപിടിക്കാം. പോസിറ്റീവ് ആണെങ്കിൽ ഈ ഇൻ്റർവെല്ലിൽ ഫംഗ്ഷൻ ഇൻക്രീസിംഗ് ആണ്. എഫ് ഡാഷ് എക്സ് നെഗറ്റീവ് ആണെങ്കിൽ ഈ ഇൻ്റർവെല്ലിലെ ഫംഗ്ഷൻ ഡിക്രീസിംഗ് ആണ്. എഫ് ഡാഷ് എക്സ് 0 ആണെങ്കിൽ ഫംഗ്ഷൻ ഒരു കോൺസ്റ്റൻ്റ് ആണ്. സോ ഇതിനുള്ളിൽ നിന്ന് നമുക്കൊരു ആർബിട്രറി പോയിന്റ് സെലക്ട് ചെയ്യാം. സോ മൈനസ് ഇൻഫിനിറ്റി മുതൽ 0 വരെയുള്ള ഇൻ്റർവെൽ ആയതുകൊണ്ട് -1 എന്ന് പറയുന്നത് ഈ ഇൻ്റർവെല്ലിലുള്ള ഒരു പോയിന്റ് ആണ്. ഓക്കെ, സോ വാട്ട് വിൽ ബി എഫ് ഡാഷ് ഓഫ് -1? ഇവിടെ നമ്മൾ എക്സിന് -1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. സോ 3 ഇൻറ്റു -1 സ്ക്വയർ ഇസ് +1. സോ വി ഹാവ് 3 മൈനസ് 6 ഇൻറ്റു -1 ഇസ് +6. സോ വി ഹാവ് 9. It is greater than 0. So the function is increasing in the interval minus infinity 0.
ഓക്കെ, അതുപോലെ നമുക്ക് 0, 2 എന്ന ഇൻ്റർവെല്ലിൻ്റെ ഉള്ളിൽ നിന്നും ഒരു പോയിന്റ് ചൂസ് ചെയ്യണം. നമുക്ക് 1 എന്ന പോയിന്റ് ചൂസ് ചെയ്യാം. സോ വാട്ട് വിൽ ബി എഫ് ഡാഷ് ഓഫ് 1? എഫ് ഡാഷ് ഓഫ് 1 is 3 minus 6, which is minus 3, which is less than 0. So the function is decreasing in the interval 0, 2. ഇതുപോലെ 2 ഇൻഫിനിറ്റി എന്ന ഇൻ്റർവെല്ലിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു പോയിന്റ് ചൂസ് ചെയ്യുന്നു. ഫോർ എക്സാമ്പിൾ ഐ ക്യാൻ ചൂസ് 3. സോ വാട്ട് വിൽ ബി എഫ് ഡാഷ് ഓഫ് 3? So 3 square is 9. 9 into 3 is 27 minus 6 into 3 is 18. So it is greater than 0. So function is increasing in the interval to infinity. So തന്നിരിക്കുന്ന പോളിനോമിയൽ ഫംഗ്ഷൻ മൈനസ് ഇൻഫിനിറ്റി മുതൽ 0 വരെ ഇൻക്രീസിംഗ് ആണ്. ദെൻ 0 to 2 ഡിക്രീസിംഗ് ആണ്. 2 to ഇൻഫിനിറ്റി വീണ്ടും ഇൻക്രീസിംഗ് ആണ്. നമുക്ക് ഇത്തരത്തിലൊരു ടേബിൾ വരച്ചുകൊണ്ട് അത് സൂചിപ്പിക്കാം. നമ്മൾ ആദ്യം മൈനസ് ഇൻഫിനിറ്റി മുതൽ ഇൻഫിനിറ്റി വരെയുള്ള ഇൻ്റർവെല്ലിനെ 3 സബ് ഇൻ്റർവെൽസ് ആക്കി മാറ്റി. സോ ഫസ്റ്റ് കോളത്തിൽ നമ്മൾ ഇൻ്റർവെൽ എഴുതാം. ദെൻ ഈ ഇൻ്റർവെല്ലിൻ്റെ ഉള്ളിൽ നിന്നും നമ്മൾ ചൂസ് ചെയ്യുന്ന പോയിൻറ്റ്സ് ആണ് ഇവിടെ എഴുതിയത്. സി എന്ന പോയിന്റ്, കറസ്പോണ്ടിങ് എഫ് ഡാഷ് സിയുടെ വാല്യൂ, അതിൻ്റെ സൈന്. ഓക്കെ, സോ പോസിറ്റീവ് ആണെങ്കിൽ ആ ഇൻ്റർവെൽസിലെല്ലാം തന്നെ ഫംഗ്ഷൻ ഇൻക്രീസിംഗ് ആണ്. നെഗറ്റീവ് എഫ് ഡാഷ് സി നെഗറ്റീവ് ആണെങ്കിൽ ആ പർട്ടിക്കുലർ ഇൻ്റർവെല്ലിൽ ഫംഗ്ഷൻ ഡിക്രീസിംഗ് ആണ്. സോ ഇവിടെ ഗ്രാഫിക്കലായിട്ട് ആ ഗ്രാഫ് വരച്ച് കാണിച്ചിട്ടുണ്ട്, ജോമെട്രിക്കലി വരച്ചിട്ടുണ്ട്. സോ ഇവിടെ നമുക്ക് നോക്കിയാൽ അറിയാം മൈനസ് ഇൻഫിനിറ്റി മുതൽ ഫംഗ്ഷൻ ഇൻക്രീസ് ചെയ്തുകൊണ്ട് വരികയാണ്. 0 വരെ ഫംഗ്ഷൻ ഇൻക്രീസിംഗ് ആണ്. 0 മുതൽ 2 വരെ ഫംഗ്ഷൻ ഡിക്രീസിംഗ് ആണ്. ഇത്രയും ഭാഗത്ത് ഫംഗ്ഷൻ ഡിക്രീസിംഗ് ആണ്. ദെൻ 2 to ഇൻഫിനിറ്റി ഫംഗ്ഷൻ വീണ്ടും ഇൻക്രീസിംഗ് ആണ്. ഓക്കെ, അതാണ് നമുക്ക് ഗ്രാഫ് വരയ്ക്കാതെ തന്നെ നമ്മളിവിടെ കണ്ടുപിടിച്ചത്. One more problem. Determine the intervals where the function f of x equal to x plus 1 by x is increasing and where it is decreasing. Derivative of f is f dash x equal to 1 minus 1 by x in the derivative minus 1 by x square ആണ്. So derivative is 1 minus 1 by x square. So this can be written as, taking the LCM of the denominators, we have x square minus 1 by x square. ഇവിടെ factorize ചെയ്താൽ x plus 1 into x minus 1 by x square. ഇവിടെ എഫ് ഡാഷ് എക്സ് എക്സിസ്റ്റ് ചെയ്യാത്ത ഒരു പോയിന്റ് ഉണ്ട്, അത് എക്സ് ഈക്വൽ ടു 0 ആണ്. ഓക്കെ, ഇനി എഫ് ഡാഷ് എക്സ് 0 ആവുന്ന പോയിന്റ്സ് 1ഉം -1ഉം ആണ്. സോ ഈ ഫംഗ്ഷൻ്റെ ക്രിറ്റിക്കൽ നമ്പേഴ്സ് എന്ന് പറയുന്നത് 0ഉം 1ഉം -1ഉം ആണ്. സോ നമ്മൾ എന്ത് ചെയ്യുന്നു, മൈനസ് ഇൻഫിനിറ്റി മുതൽ ഇൻഫിനിറ്റി വരെയുള്ള ഇൻ്റർവെല്ലിൻ്റെ ഉള്ളിൽ ഈ കാണുന്ന പോയിന്റ്സ് എല്ലാം തന്നെ മാർക്ക് ചെയ്ത് വെക്കാം. ഇവിടെ -1 ആണ് ആദ്യം മാർക്ക് ചെയ്യേണ്ടി വരിക, ദെൻ 0 ഉണ്ട്, ദെൻ 1 ഉണ്ട്. ഈ 3 പോയിന്റ്സ് നമ്മൾ ഈ ഇൻ്റർവെല്ലിൻ്റെ ഉള്ളിൽ മാർക്ക് ചെയ്ത് വെക്കുന്നു. അതിനുശേഷം ഇൻ്റർവെല്ലിനെ നമുക്ക് സബ് ഇൻ്റർവെൽസ് ആയിട്ട് തിരിക്കാം. മൈനസ് ഇൻഫിനിറ്റി മുതൽ -1 വരെ, -1 to 0, 0 to 1 ആൻഡ് 1 to ഇൻഫിനിറ്റി. ഓക്കെ, സോ f dash x is continuous everywhere except x equal to 0 and has zeros at x equal to -1 and x equal to 1. These values of x partition the domain of f into intervals minus infinity -1, -1 0, 0 1 and 1 infinity. Okay, now we will evaluate the values of f dash x at these points, at the points of this intervals. സോ നമുക്ക് മൈനസ് ഇൻഫിനിറ്റി മുതൽ -1 വരെയുള്ള ഇൻ്റർവെല്ലിൻ്റെ ഉള്ളിൽ ഇഷ്ടമുള്ള ഒരു പോയിന്റ് ചൂസ് ചെയ്യുന്നു. സോ ലെറ്റ് ഇറ്റ് ബി -2. സോ എഫ് ഡാഷ് ഓഫ് -2 കണ്ടുപിടിക്കുന്നു. 3/4 എന്ന് ലഭിച്ചു. ഇനി -1നും 0ക്കും ഇടയ്ക്കുള്ള ഏതെങ്കിലും ഒരു പോയിന്റ് എടുക്കുക. ഇവിടെ ചൂസ് ചെയ്തിരിക്കുന്ന -1/2 ആണ്. എഫ് ഡാഷ് ഓഫ് -1/2 -3 ആണ്. അതുപോലെ 0ക്കും 1നും ഇടയിലുള്ള ഒരു പോയിന്റ് ആണ് 1/2. എഫ് ഡാഷ് ഓഫ് 1/2 -3 ആണ്. 1 to ഇൻഫിനിറ്റി വരെയുള്ള ഇൻ്റർവെല്ലിലുള്ള പോയിന്റ് ആണ് 2. എഫ് ഡാഷ് ഓഫ് 2 കണ്ടപ്പോൾ അത് 3/4 ആണ്. സോ നമ്മളെ ഇൻ്റർവെൽസ് ഇവിടെ ഉണ്ടായിരുന്നത് മൈനസ് ഇൻഫിനിറ്റി -1, -1 0, 0 1, 1 ഇൻഫിനിറ്റി എന്നായിരുന്നു. അതിനിടയ്ക്ക് നമ്മൾ ചൂസ് ചെയ്ത പോയിൻറ്റ്സ് -2, -1/2, 1/2, 2 ഈ പോയിൻറ്റ്സ് ആണ്. എഫ് ഡാഷ് എക്സ് കണ്ടുപിടിച്ചപ്പോൾ ലഭിച്ച വാല്യൂസ് 3/4, -3, -3, 3/4 ഈ രീതിയിലാണ്. സോ ഇവിടെ ആദ്യത്തെ അവസാനത്തെയും ഇൻ്റർവെൽസിൽ എഫ് ഡാഷ് എക്സ് പോസിറ്റീവാണ്. അതിൻ്റെ നടുക്കുള്ള 2 ഇൻ്റർവെൽസിൽ എഫ് ഡാഷ് എക്സ് നെഗറ്റീവാണ്. So we can say that the function is increasing in the intervals -infinity, -1 and 1 infinity, and the function is decreasing in the intervals -1 0 and 0 1. Corresponding function ന്റെ ഗ്രാഫ് എങ്ങനെയാണ് ഉണ്ടാവുകയെന്ന് ഇവിടെ വരച്ച് കാണിച്ചിട്ടുണ്ട്. y = x plus 1 by x എന്ന ഫംഗ്ഷൻ്റെ ഗ്രാഫാണ് ഈ കാണുന്നത്. ഇവിടെ -1 മുതൽ 0 വരെയും 0 മുതൽ 1 വരെയുള്ള ഈ ഭാഗത്ത് മാത്രമാണ് ഫംഗ്ഷൻ ഡിക്രീസിംഗ് ആയിട്ട് വരുന്നത്. സോ ഈ ഒരു പോയിന്റ് വെച്ചിട്ട് ഇവിടെ ഡിക്രീസ് ചെയ്യാൻ തുടങ്ങുകയാണ്. ഇവിടെ 0 മുതൽ 1 വരെ എത്തുന്ന ഭാഗത്തും ഫംഗ്ഷൻ താഴേക്ക് ഡിക്രീസ് ചെയ്തുകൊണ്ടാണ് വരുന്നത്.
അതിന് മുമ്പുള്ള ഭാഗത്ത് -∞ മുതൽ -1 ഉള്ള ഫംഗ്ഷൻ ഇങ്ങനെ ഇൻക്രീസ് ചെയ്തുകൊണ്ട് വരുന്നുണ്ട്. 1 മുതൽ ഇൻഫിനിറ്റി വരെയുള്ള ഭാഗത്തും ഫംഗ്ഷൻ ഇൻക്രീസ് ചെയ്യാണ്. ഓക്കെ, നൗ കൺസിഡർ ഗ്രാഫ് ഓഫ് ദിസ് ഫംഗ്ഷൻ. ഇവിടെ ഫംഗ്ഷൻ -∞ മുതൽ ഇൻഫിനിറ്റി വരെ ഡിഫൈൻഡ് ആണെന്ന് വിചാരിക്കുക. ഡൊമെയിൻ റിയൽ ആക്സിസിൽ ABCDE എന്ന കുറച്ച് പോയിൻറ്റ്സിൽ ഫംഗ്ഷൻ എന്തൊക്കെയോ പ്രത്യേകതകൾ ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ABC ഈ 3 പോയിൻറ്റ്സിലും ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് കണ്ടാൽ =0 ആണ് വാല്യൂ ലഭിക്കുന്നത്. അതായത് ടാൻജൻറ്റ് വരച്ച് കഴിഞ്ഞാൽ എക്സ് ആക്സിന് പാരലൽ ആയിട്ടാണ് നിൽക്കുന്നത്. അതിൻ്റെ സ്ലോപ്പ് 0 ആണ്. അതായത് f' = 0 ഫോർ ദ പോയിൻറ്റ്സ് x = A, B and C. D എന്ന പോയിന്റിൽ f' എക്സിസ്റ്റ് ചെയ്യുന്നില്ല, കാരണം ഇവിടെ ഷാർപ്പ് എൻഡ് പോയിന്റ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട്. നമ്മൾ പഠിച്ചിട്ടുണ്ട് ഗ്രാഫിൽ ഇങ്ങനെ ഷാർപ്പ് പോയിന്റ്സ് വരുന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അവിടെ ഫംഗ്ഷൻ ഡിഫറൻഷ്യബിൾ ആവില്ല. സോ ഹിയർ f' ഡസ് നോട്ട് എക്സിസ്റ്റ്. ഇനി E എന്ന പോയിന്റ് നോക്കിയാൽ ഇവിടെ നിങ്ങൾ ടാൻജൻറ്റ് വരച്ചാൽ ടാൻജൻറ്റ് എക്സ് ആക്സിന് പെർപെൻഡിക്കുലർ ആയിട്ടാണ് നിൽക്കുന്നത്. സോ ഈ കാണുന്ന തീറ്റ എന്ന ആംഗിൾ 90 ഡിഗ്രി ആയിരിക്കും. സോ ടാൻ തീറ്റ ഇസ് നോട്ട് ഡിഫൈൻഡ് ഹിയർ. ദാറ്റ് ഈസ് f' ഡസ് നോട്ട് എക്സിസ്റ്റ് ഫോർ ദ പോയിന്റ് E. സോ ഈ രണ്ട് പോയിൻറ്റ്സിൽ DE എന്ന പോയിൻറ്റ്സിൽ f' എക്സിസ്റ്റ് ചെയ്യുന്നില്ല. എയും ബിയിലും സിയിലും f' 0 ആണ്. അതായത് ഈ വരച്ചിരിക്കുന്ന ഗ്രാഫിൻ്റെ ക്രിറ്റിക്കൽ നമ്പേഴ്സ് എന്ന് പറയുന്നത് ABCDE ഇത്രയും പോയിൻറ്റ്സ് ആണ്. ഇനി നമുക്കറിയാം ഈ ക്രിറ്റിക്കൽ പോയിൻറ്റ്സ് വെച്ചിട്ടാണ് ഒരു ഫംഗ്ഷൻ ഇൻക്രീസിങ് ആയിരുന്ന ഫംഗ്ഷൻ ഡിക്രീസിങ്ങോ അല്ലെങ്കിൽ ഡിക്രീസിങ് ആയിരുന്ന ഫംഗ്ഷൻ ഇൻക്രീസിങ്ങോ ആവാൻ സാധ്യതയുള്ളത്. സോ നമ്മൾ ആ കറസ്പോണ്ടിങ് ഇൻ്റർവെൽസ് ഇങ്ങനെ കണ്ടുപിടിക്കുന്ന സമയത്ത് ഇവിടെ -∞ മുതൽ A വരെയുള്ള സമയത്ത് ഫംഗ്ഷൻ ഡിക്രീസിങ് ആണ്. സോ ഡിക്രീസിങ് ആയിരുന്ന ഒരു ഫംഗ്ഷൻ ഒരു പർട്ടിക്കുലർ പോയിന്റ് വെച്ചിട്ട് ഇൻക്രീസിങ് ആവാൻ തുടങ്ങി. അങ്ങനെയാണെങ്കിൽ ഈ ഒരു പോയിന്റിനെ നമ്മൾ ഈ ഫംഗ്ഷൻ്റെ റിലേറ്റീവ് മിനിമം പോയിന്റ് ആണ് എന്ന് പറയാം. നമുക്കറിയാം റിലേറ്റീവ് മിനിമം എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് ഈ ഒരു ഇൻ്റർവെല്ലിൽ നമ്മൾ ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഇൻ്റർവെല്ലിൽ A എന്ന പോയിന്റിന് അടുത്ത് നിൽക്കുന്ന ഏത് പോയിന്റ്, 2 പോയിന്റ്സ് നമ്മൾ ഇതുപോലെ ഏത് പോയിന്റ്സ് നമ്മൾ ചൂസ് ചെയ്ത് കഴിഞ്ഞാലും കറസ്പോണ്ടിങ് f(x)കൾ f(a)യേക്കാൾ കൂടുതലായിരിക്കും. അപ്പോഴാണ് നമ്മൾ A എന്ന പോയിന്റിന് പോയിന്റ് ഓഫ് റിലേറ്റീവ് മിനിമം എന്ന് വിളിക്കുന്നത്. f(a) ആണ് നമ്മളുടെ ഇവിടുത്തെ റിലേറ്റീവ് മിനിമം ഓഫ് ദ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. സോ A എന്നത് ഒരു റിലേറ്റീവ് മിനിമം ആണ്. അത് ഗ്രാഫിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത്, ഗ്രാഫ് നമുക്കറിയാം ഇങ്ങനെ താഴ്ന്ന് വന്നിട്ട് ഉയരാൻ തുടങ്ങുന്ന ഈ സമയത്താണ് സാധാരണ റിലേറ്റീവ് മിനിമം വരാറുള്ളത്. സോ ഈ താഴ്ന്ന് വരിക എന്നുള്ളതിനെ നമ്മൾ ഇപ്പോൾ പഠിച്ച ഭാഷയിൽ പറയുകയാണെങ്കിൽ ഡിക്രീസിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു ഫംഗ്ഷൻ ഒരു പർട്ടിക്കുലർ പോയിന്റ് വെച്ച് ഇൻക്രീസിങ് ആവാൻ തുടങ്ങുകയാണ് എങ്കിൽ വി ക്യാൻ സേ ദാറ്റ് പർട്ടിക്കുലർ പോയിന്റ് ഇസ് എ പോയിന്റ് ഓഫ് റിലേറ്റീവ് മിനിമം. അതുപോലെ ഇൻക്രീസിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു ഫംഗ്ഷൻ ഒരു പോയിന്റ് വെച്ച് ഡിക്രീസിങ് ആവാൻ തുടങ്ങുകയാണെങ്കിൽ ആ പോയിന്റിലായിരിക്കും റിലേറ്റീവ് എക്സ്ട്രീമം സംഭവിക്കുന്നത്. സോ ഈ ഒരു ഗ്രാഫ് പ്രകാരം A എന്ന പോയിന്റ് റിലേറ്റീവ് മിനിമം ആണ്, B എന്ന പോയിന്റ് റിലേറ്റീവ് മാക്സിമം ആണ്. പക്ഷെ C എന്ന പോയിന്റിന് എന്ത് സംഭവിക്കുന്നു? C എന്ന പോയിന്റ് ഒരു ക്രിറ്റിക്കൽ നമ്പർ ആണ്, കാരണം f' = 0 ആണ്. പക്ഷേ സിയുടെ ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും നോക്കിക്കഴിഞ്ഞാൽ ഈ സമയത്ത് ഫംഗ്ഷൻ ഡിക്രീസിങ് ആണ്. അതിനുശേഷം വരുന്ന പോയിന്റ്സിലും ഫംഗ്ഷൻ ഡിക്രീസിങ് ആണ്. f' 0 ആണെങ്കിലും സിയുടെ തൊട്ട് മുമ്പുള്ള പോയിന്റും ശേഷമുള്ള പോയിന്റും നമ്മൾ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ഈ സിക്ക് മുമ്പ് വരുന്ന ഈ ഇൻ്റർവെൽ BC എന്ന ഇൻ്റർവെല്ലിലും CD എന്ന ഇൻ്റർവെല്ലിലും ഫംഗ്ഷൻ ഡിക്രീസിങ് ആയിട്ടാണ് നിൽക്കുന്നത്. സോ ഡിക്രീസിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഫംഗ്ഷൻ വീണ്ടും ഡിക്രീസിങ് ആയിട്ടാണ് കീപ്പ് ചെയ്യുന്നത്. അതുകൊണ്ട് ഈ പോയിന്റിൽ റിലേറ്റീവ് എക്സ്ട്രീമ ഒന്നും തന്നെ വരില്ല. D എന്ന പോയിന്റ് ഒരു ക്രിറ്റിക്കൽ നമ്പറാണ്. ആ പോയിന്റിൽ നോക്കിയാൽ അതിന് മുമ്പുള്ള ഇൻ്റർവെല്ലിൽ ഫംഗ്ഷൻ ഡിക്രീസിങ് ആണ്, അതിനുശേഷം അത് ഇൻക്രീസിങ് ആണ്. സോ ദിസ് ഇസ് എ പോയിന്റ് ഓഫ് റിലേറ്റീവ് മിനിമ. ആൻഡ് വാട്ട് അബൌട്ട് ദ പോയിന്റ് E എന്ന പോയിന്റ് നോക്കിയാൽ ഇവിടെ ഫംഗ്ഷൻ ഇൻക്രീസിങ് ആണ്, അതിനുശേഷവും ഫംഗ്ഷൻ ഇൻക്രീസിങ് ആണ്. അതുകൊണ്ട് ഈ പോയിന്റിൽ റിലേറ്റീവ് എക്സ്ട്രീമ ഒന്നും തന്നെ വരുന്നില്ല. ഓക്കെ, സോ നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളാണ് നമ്മൾ അടുത്ത തിയറമായിട്ട് സമ്മറൈസ് ചെയ്യാൻ പോകുന്നത്. ആൻഡ് ദ തിയറം ഇസ് കോൾഡ് ദ ഫസ്റ്റ് ഡെറിവേറ്റീവ് ടെസ്റ്റ്. It's an important theorem. Let C be a critical number of a continuous function f in the interval open interval AB. ഇപ്പോൾ നമ്മൾ ചെയ്ത പോലെ ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് f' = 0 ആവുന്ന പോയിൻറ്റ്സും f' എക്സിസ്റ്റ് ചെയ്യാത്ത പോയിൻറ്റ്സും നമ്മൾ ലൊക്കേറ്റ് ചെയ്യുന്നു. ആ പോയിൻറ്റ്സിനെയാണ് ഫംഗ്ഷൻ്റെ ക്രിറ്റിക്കൽ നമ്പേഴ്സ് എന്ന് വിളിക്കുന്നത്. അത്തരത്തിലുള്ള ഒരു പോയിൻ്റാണ് C എന്ന് വിചാരിക്കാം. Suppose that f is differentiable at every number in open interval AB with a possible exemption of C itself. നമ്മൾ തൊട്ട് മുമ്പ് കാണിച്ച എക്സാമ്പിൾ നോക്കിയാൽ നിങ്ങൾക്കറിയാം, നമ്മൾ ഈ ചൂസ് ചെയ്ത ക്രിറ്റിക്കൽ നമ്പേഴ്സ് മാറ്റി വെച്ച് കഴിഞ്ഞാൽ ബാക്കി എല്ലാ പോയിൻറ്റ്സിനും ഫംഗ്ഷൻ ഡിഫറൻഷ്യബിൾ ആണ് തന്നിരിക്കുന്ന ഇൻ്റർവെല്ലിൽ. സോ നമ്മൾ ഇത്തരത്തിൽ ചൂസ് ചെയ്ത ഒരു പോയിൻ്റാണ് C എന്ന് വിചാരിക്കുക. ഇനി ഇവിടെ പറയുന്നത് ഇഫ് f' greater than 0 on AC
എ ബി എന്ന മൊത്തം ഇൻ്റർവെല്ലാണ് നമ്മളെ കയ്യിലുള്ളത്. അതിനിടയിലുള്ള ഒരു പോയിൻ്റാണ് സി എടുത്തത്. എ മുതൽ സി വരെ ഫംഗ്ഷൻ ഇൻക്രീസിംഗ് ആണ്. എഫ് ഡാഷ് എക്സ് ഗ്രേറ്റർ ദാൻ 0 എന്ന് പറഞ്ഞാൽ ഫംഗ്ഷൻ ഇൻക്രീസിംഗ് ആണ്. സോ ഫംഗ്ഷൻ ഇങ്ങനെ ഇൻക്രീസ് ചെയ്ത് വരികയാണ്. ആൻഡ് എഫ് ഡാഷ് എക്സ് ലെസ് ദാൻ 0 ഓൺ സി ബി, സി മുതൽ ബി വരെയുള്ള ഭാഗത്ത് ഫംഗ്ഷൻ ഡിക്രീസിംഗ് ആണ്. ദെൻ എഫ് ഹാസ് എ റിലേറ്റീവ് മാക്സിമം അറ്റ് സി. അതാണ് ഈ കാണുന്ന ഫിഗറിൽ നമുക്ക് മനസ്സിലാവുന്നത്. ഇനി തിരിച്ച് എ ബി എന്ന ഇൻ്റർവെല്ലിൻ്റെ ഉള്ളിലാണ് പോയിന്റ് സി എന്ന് വിചാരിക്കാം. ആൻഡ് ഇഫ് എഫ് ഡാഷ് എക്സ് ലെസ് ദാൻ 0 ഓൺ എ സി, എ മുതൽ സി വരെ എഫ് ഡാഷ് എക്സ് ലെസ് ദാൻ 0 ആണ്, അതായത് ഫംഗ്ഷൻ ഡിക്രീസിംഗ് ആണ്. സി മുതൽ ബി വരെ സി ബി എന്ന ഇൻ്റർവെല്ലിൽ ഫംഗ്ഷൻ ഇൻക്രീസിംഗ് ആണ്, അതായത് എഫ് ഡാഷ് എക്സ് ഗ്രേറ്റർ ദാൻ 0 ആണെന്ന് വിചാരിക്കാം. ദെൻ ദ പോയിന്റ് സി ഹാസ് എ ദ ഫംഗ്ഷൻ എഫ് ഹാസ് എ റിലേറ്റീവ് മിനിമം അറ്റ് ദ പോയിന്റ് സി. സോ ഒരു ഫംഗ്ഷൻ്റെ റിലേറ്റീവ് മാക്സിമവും റിലേറ്റീവ് മിനിമവും കണ്ടുപിടിക്കണമെങ്കിൽ ഒരു പർട്ടിക്കുലർ പോയിന്റ് റിലേറ്റീവ് മാക്സിമോ മിനിമമോ ആവണമെങ്കിൽ ആ പോയിന്റിൻ്റെ തൊട്ട് മുമ്പ് ഫംഗ്ഷൻ ഇൻക്രീസിങ്ങും അതിനുശേഷം ഡിക്രീസിങ്ങും ആവണം. അല്ലെങ്കിൽ ഫംഗ്ഷൻ ആ ഒരു പോയിന്റിൻ്റെ തൊട്ട് മുമ്പുള്ള ഇൻ്റർവെല്ലിൽ ഫംഗ്ഷൻ ഡിക്രീസിങ്ങും അതിനുശേഷം ഇൻക്രീസിങ്ങും ആവണം. ഇൻക്രീസിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു ഫംഗ്ഷൻ ഡിക്രീസിങ് ആവുകയാണെങ്കിൽ ആ പോയിന്റ് റിലേറ്റീവ് മാക്സിമത്തിന് കറസ്പോണ്ടിങ് ആയുള്ള പോയിന്റ് ആയിരിക്കും. ഡിക്രീസിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു ഫംഗ്ഷൻ ഇൻക്രീസിങ് ആവാൻ തുടങ്ങുകയാണെങ്കിൽ ആ പോയിന്റ് റിലേറ്റീവ് മിനിമത്തിന് കറസ്പോണ്ടിങ് ആയുള്ള പോയിന്റ് ആയിരിക്കും. And if f dash x has the same sign on AC and CB, then f does not have a relative extremum at C. നമ്മളിവിടെ പറഞ്ഞ എക്സാമ്പിളിൽ ഈ ഒരു പോയിന്റ് ഇ എന്ന പോയിന്റിൻ്റെ കാര്യമാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. ഫംഗ്ഷൻ ഇതിന് മുമ്പും അതിന് ശേഷവും ഇൻക്രീസിംഗ് ആയിട്ടാണ് നിൽക്കുന്നത്. സോ ആ പോയിന്റിൽ റിലേറ്റീവ് എക്സ്ട്രീമ ഒന്നും തന്നെ ഉണ്ടാവില്ല. അതേ കാര്യം തന്നെയാണ് സിയിലും സംഭവിക്കുന്നത്. ഇവിടെ ഫംഗ്ഷൻ ഡിക്രീസിംഗ് ആയിരുന്നു, സിക്ക് ശേഷവും അത് ഡിക്രീസിംഗ് ആണ്. സോ ഹിയർ ദർ ഈസ് നോ റിലേറ്റീവ് എക്സ്ട്രീമം. So this test is known as first derivative test. എങ്ങനെയാണ് നമ്മൾ ഈ തിയറത്തിൻ്റെ പ്രൂഫ് എഴുതുക? നമ്മൾ തൊട്ട് മുമ്പത്തെ തിയറത്തിൽ പഠിച്ചിട്ടുള്ളത് എഫ് ഡാഷ് എക്സ് ഒരു പർട്ടിക്കുലർ ഇൻ്റർവെല്ലിൽ ഗ്രേറ്റർ ദാൻ 0 ആവുകയാണെങ്കിൽ ആ സമയത്ത് ഫംഗ്ഷൻ ഇൻക്രീസിംഗ് ആണ്. എഫ് ഡാഷ് എക്സ് ഒരു ഇൻ്റർവെല്ലിൽ മൊത്തം ലെസ് ദാൻ 0 ആവുകയാണെങ്കിൽ ആ സമയത്ത് ഫംഗ്ഷൻ ഡിക്രീസിംഗ് ആണ്. സോ സപ്പോസ് എഫ് ഡാഷ് എക്സ് ചേഞ്ചസ് ഫ്രം പോസിറ്റീവ് ടു നെഗറ്റീവ്. ഈ ഫസ്റ്റ് ഫിഗറിൽ കാണുന്നത് പോലെ നമ്മൾ എ പാർട്ടാണ് പ്രൂവ് ചെയ്യാൻ ശ്രമിക്കുന്നത്. എ സി എന്ന ഇൻ്റർവെല്ലിൽ എഫ് ഡാഷ് എക്സ് ഗ്രേറ്റർ ദാൻ 0 ആണ്, സി ബിയിൽ എഫ് ഡാഷ് എക്സ് ലെസ് ദാൻ 0 ആണെന്ന് വിചാരിക്കാം. ദെൻ ബൈ ദ പ്രീവിയസ് തിയറം വി ക്യാൻ കൺക്ലൂഡ് ദാറ്റ് ഫംഗ്ഷൻ ഇസ് ഇൻക്രീസിംഗ് ഇൻ ദ ഇൻ്റർവെൽ എ സി ആൻഡ് ദ ഫംഗ്ഷൻ ഇസ് ഡിക്രീസിംഗ് ഇൻ ദ ഇൻ്റർവെൽ സി ബി. സോ ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഫംഗ്ഷൻ സി എത്തുന്നത് വരെ ഇൻക്രീസ് ചെയ്യുകയാണ്, അതിനുശേഷം അത് ഡിക്രീസ് ചെയ്യാൻ തുടങ്ങുന്നു. അപ്പോൾ മൊത്തം ഇൻ്റർവെൽ എ ബി കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ ഏതൊരു പോയിന്റ് എക്സ് നിങ്ങൾ ചൂസ് ചെയ്ത് കഴിഞ്ഞാലും എഫ് ഓഫ് എക്സ് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ അത് എഫ് ഓഫ് സിയേക്കാൾ കുറവായിട്ടായിരിക്കും നിൽക്കുന്നത്. കാരണം എഫ് ഓഫ് സി എത്തുന്നത് വരെ, സി എന്ന പോയിന്റ് എത്തുന്നത് വരെയാണ് ഫംഗ്ഷൻ ഇൻക്രീസ് ചെയ്തുകൊണ്ടേ ഇരിക്കുന്നത്. അപ്പോൾ മാക്സിമം ഇൻക്രീസ് ചെയ്യുന്ന എഫ് ഓഫ് സിയിലായിരിക്കും. So the function is increasing in the interval AC and decreasing in the interval CB. Therefore, function attains its maximum value at C in the interval AB. Therefore, f of x is less than or equal to f of c for all x in open interval AB. Therefore, f has a relative maximum at the point C. അതുപോലെ ബി പാർട്ടാണ് നമ്മൾ പ്രൂവ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ബി പാർട്ടിൽ പറയുന്നത് എഫ് ഡാഷ് എക്സ് ഇസ് ലെസ് ദാൻ 0 ഇൻ ദ ഇൻ്റർവെൽ എ സി ആൻഡ് എഫ് ഡാഷ് എസ് ഇസ് ഗ്രേറ്റർ ദാൻ 0 ഇൻ ദ ഇൻ്റർവെൽ സി ബി. Then f has a relative minimum at x equal to c എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. സോ മുമ്പത്തെ തിയറം പ്രകാരം എഫ് ഡാഷ് എക്സ് ലെസ് ദാൻ 0 ഇൻ ദ ഇൻ്റർവെൽ എ സി മീൻസ് ദാറ്റ് എഫ് ഇസ് ഡിക്രീസിംഗ് ഇൻ ദ ഇൻ്റർവെൽ എ സി. എഫ് ഡാഷ് എക്സ് ഗ്രേറ്റർ ദാൻ 0 ഇൻ ദ ഇൻ്റർവെൽ സി ബി മീൻസ് ദാറ്റ് എഫ് ഇസ് ഇൻക്രീസിംഗ് ഇൻ ദ ഇൻ്റർവെൽ സി ബി. സോ വാട്ട് ഹാപ്പൻസ്? ഫംഗ്ഷൻ സി എത്തുന്നത് വരെ ഡിക്രീസ് ചെയ്തുകൊണ്ട് മാക്സിമം കുറയുന്നത് സി എത്തുമ്പോഴാണ്, അതിനുശേഷം ഫംഗ്ഷൻ്റെ വാല്യൂ കൂടാൻ തുടങ്ങുകയാണ്. സോ ഈ ഇൻ്റർവെല്ലിലുള്ള ഏത് പോയിന്റ് നിങ്ങൾ ചൂസ് ചെയ്ത് കഴിഞ്ഞാലും എഫ് ഓഫ് എക്സ് വിൽ ബി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എഫ് ഓഫ് സി. സോ വി ക്യാൻ കൺക്ലൂഡ് ദാറ്റ് എഫ് ഓഫ് സി ഇസ് ദ റിലേറ്റീവ് മിനിമം. ഇനി മൂന്നാമത്തെ കേസിൽ പറയുന്നത് എ സിയിലോ സി ബിയിലോ എഫ് ഡാഷ് എക്സിൻ്റെ സൈന് മാറുന്നില്ല. എഫ് ഡാഷ് എക്സ് എ മുതൽ സി വരെ ഗ്രേറ്റർ ദാൻ 0 ആണ്, അതിനുശേഷവും ഗ്രേറ്റർ ദാൻ 0 ആണെന്ന് വിചാരിക്കാം. ആ കേസിൽ ഫംഗ്ഷൻ്റെ വാല്യൂ സി എത്തുന്നവരെ കൂടുന്നുണ്ട്, അതിനുശേഷവും ഫംഗ്ഷൻ്റെ വാല്യൂ കൂടി വരികയാണ്. ഫംഗ്ഷൻ മൊത്തം എ ബിയിൽ ഇൻക്രീസിംഗ് ആയിട്ടാണ് നിൽക്കുന്നത്. ആ സമയത്ത് സിക്ക് മുമ്പുള്ള ഒരു പോയിന്റ് നിങ്ങൾ ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ എഫ് ഓഫ് എക്സ് ലെസ് ദാൻ എഫ് ഓഫ് സി ആയിരിക്കും. ഇത്തരത്തിൽ ഒരു പോയിന്റ് എക്സ് നമ്മൾ ചൂസ് ചെയ്താൽ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത്
ലെസ് ദാൻ എഫ് ഓഫ് സി ആയിട്ടാണ് നിൽക്കുന്നത്. ഇനി അതുപോലെ സിക്ക് ശേഷമുള്ള ഒരു പോയിന്റ് ഞാൻ ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ, ഈ ഒരു പോയിന്റ് എടുത്തു കഴിഞ്ഞാൽ ഇതാണ് എക്സ് ആയിട്ട് ചൂസ് ചെയ്തിട്ടുള്ളതെങ്കിൽ എഫ് ഓഫ് എക്സ് വിൽ ബി ഗ്രേറ്റർ ദാൻ എഫ് ഓഫ് സി. അതുകൊണ്ട് സി എന്നത് റിലേറ്റീവ് മാക്സിമമോ റിലേറ്റീവ് മിനിമമോ പ്രൊഡ്യൂസ് ചെയ്യുന്ന പോയിന്റ് അല്ല. ഓക്കെ, സോ ഹിയർ ദ ഫംഗ്ഷൻ ഹാസ് നോ റിലേറ്റീവ് എക്സ്ട്രീമ അറ്റ് ദ പോയിന്റ് സി. സോ യു ഹാവ് ടു റിമെമ്പർ ദ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ദ തിയറം ഫസ്റ്റ് ഡെറിവേറ്റീവ് ടെസ്റ്റ്. ആക്ച്വലി ഇതിൻ്റെ പ്രൂഫ് എന്ന് പറയുന്നത് നമ്മൾ തൊട്ട് മുമ്പത്തെ തിയറത്തിൻ്റെ ഒരു ഡയറക്റ്റ് ആപ്ലിക്കേഷൻ പോലെ മാത്രമേ വരുന്നുള്ളൂ. ബട്ട് ദ സ്റ്റേറ്റ്മെൻറ്റ് ഇസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. സോ നമ്മളിപ്പോൾ പഠിച്ച ഫസ്റ്റ് ഡെറിവേറ്റീവ് ടെസ്റ്റ് ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെയാണ് ഒരു ഫംഗ്ഷൻ്റെ റിലേറ്റീവ് എക്സ്ട്രീമ കണ്ടുപിടിക്കുന്നതെന്ന് നോക്കാം. ആദ്യം നമുക്ക് എന്ത് കണ്ടുപിടിക്കേണ്ടി വരും? ഫംഗ്ഷൻ്റെ ക്രിറ്റിക്കൽ നമ്പേഴ്സ് കണ്ടുപിടിക്കേണ്ടി വരും. സോ ഫൈൻഡ് ദ ക്രിറ്റിക്കൽ നമ്പേഴ്സ് ഓഫ് എഫ്. ആ ക്രിറ്റിക്കൽ നമ്പേഴ്സാണ് റിലേറ്റീവ് എക്സ്ട്രീമ ആയി മാറാനുള്ള സാധ്യതയുള്ളത്. എല്ലാ നമ്പേഴ്സും, എല്ലാ ക്രിറ്റിക്കൽ നമ്പേഴ്സും റിലേറ്റീവ് എക്സ്ട്രീമ ആവണമെന്നില്ല. പക്ഷേ ക്രിറ്റിക്കൽ നമ്പേഴ്സാണ് റിലേറ്റീവ് എക്സ്ട്രീം ആയിട്ട് വരാൻ സാധ്യതയുള്ള പോയിൻറ്റ്സ്. ഓക്കെ, നൗ വി ഹാവ് ടു ഡിറ്റർമിൻ ദ സൈൻ ഓഫ് എഫ് ഡാഷ് എക്സ് ടു ദ ലെഫ്റ്റ് ആൻഡ് ടു ദ റൈറ്റ് ഓഫ് ഈച്ച് ക്രിറ്റിക്കൽ നമ്പർ. നമ്മൾ കണ്ടുപിടിക്കുന്ന ക്രിറ്റിക്കൽ നമ്പറിൻ്റെ ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും എഫ് ഡാഷ് എക്സിൻ്റെ സൈന് നമ്മൾ കണ്ടുപിടിക്കുന്നു. എഫ് ഡാഷ് എക്സിൻ്റെ സൈന് പോസിറ്റീവിൽ നിന്ന് നെഗറ്റീവിലേക്കാണ് ചേഞ്ച് ചെയ്യുന്നതെങ്കിൽ, അതായത് ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഫംഗ്ഷൻ ഡിക്രീസ് ചെയ്യാൻ തുടങ്ങുകയാണെങ്കിൽ ആ പോയിന്റ് എഫ് ഓഫ് സി എന്നത് റിലേറ്റീവ് മാക്സിമം ആയിരിക്കും. ഇനി എഫ് ഡാഷ് എക്സിൻ്റെ സൈന് നെഗറ്റീവിൽ നിന്ന് പോസിറ്റീവ് ആവുകയാണെങ്കിൽ, അതായത് ഡിക്രീസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഫംഗ്ഷൻ ഇൻക്രീസ് ചെയ്യാൻ തുടങ്ങുകയാണെങ്കിൽ കറസ്പോണ്ടിങ് എഫ് ഓഫ് സി എന്ന് പറയുന്നത് റിലേറ്റീവ് മിനിമം വാല്യൂ ആയിരിക്കും. ആൻഡ് എഫ് ഡാഷ് എക്സ് ഡസ് നോട്ട് ചേഞ്ച് സൈൻ ആസ് വി മൂവ് അക്രോസ് ദ ക്രിറ്റിക്കൽ നമ്പർ സി, ദെൻ എഫ് ഓഫ് സി ഇസ് നോട്ട് എ റിലേറ്റീവ് എക്സ്ട്രീമം. സിയുടെ മുമ്പിലുള്ള വാല്യൂ അതിന് ശേഷമുള്ള വാല്യൂ നോക്കിക്കഴിഞ്ഞാൽ എഫ് ഡാഷ് എക്സ് അതിൻ്റെ സൈനിൽ മാറ്റം വരുത്തുന്നില്ല എങ്കിൽ ആ പോയിന്റ് ഒരു റിലേറ്റീവ് എക്സ്ട്രീമം ആയിരിക്കില്ല. ഈ ഒരു കണ്ടീഷൻസ് ഉപയോഗിച്ചിട്ടാണ് നമ്മളൊരു ഫംഗ്ഷൻ്റെ റിലേറ്റീവ് എക്സ്ട്രീമ കണ്ടുപിടിക്കാൻ പോകുന്നത്. സോ ലെറ്റ് us have an example. Find the relative extrema of the function f of x equal to x raised to 4 minus 4x cube plus 12. സോ ഇവിടെ നമ്മൾ ആദ്യം ക്രിറ്റിക്കൽ നമ്പേഴ്സ് കണ്ടുപിടിക്കണം. എഫ് ഡാഷ് എക്സ് കണ്ടുപിടിച്ചു. എഫ് ഡാഷ് എക്സ് ഇത്തരത്തിൽ നമുക്ക് ഫാക്ടറൈസ് ചെയ്ത് എഴുതാം. എഫ് ഡാഷ് എക്സ് എല്ലാ പോയിൻറ്റ്സിലും ഡിഫൈൻഡ് ആണ്. സോ ക്രിറ്റിക്കൽ നമ്പേഴ്സ് ആവാൻ പിന്നെ സാധ്യതയുള്ള എഫ് ഡാഷ് എക്സ് ഈക്വൽ 0 ആവുന്ന പോയിൻറ്റ്സ് ആണ്. അതിവിടെ 0യും 3യുമാണ്. സോ ക്രിറ്റിക്കൽ നമ്പേഴ്സ് ഓഫ് ദിസ് ഫംഗ്ഷൻ എഫ് ആർ 0 and 3. സോ ഈ രണ്ട് പോയിൻറ്റ്സ് ആണ് നമുക്ക് റിലേറ്റീവ് എക്സ്ട്രീമ ആണോ എന്ന് ചെക്ക് ചെയ്യാനുള്ളത്. സോ നമ്മൾ നെഗറ്റീവ് ഇൻഫിനിറ്റി മുതൽ ഇൻഫിനിറ്റി വരെയുള്ള ഇൻ്റർവെല്ലിൽ ഈ രണ്ട് പോയിൻറ്റ്സ് മാർക്ക് ചെയ്യുന്നു, 0യും 3യും. അപ്പോൾ നമുക്ക് 3 സബ് ഇൻ്റർവെൽസ് ലഭിച്ചു. മൈനസ് ഇൻഫിനിറ്റി മുതൽ 0 വരെയുള്ള ഇൻ്റർവെല്ല്, 0 to 3 വരെയുള്ള ഒരു ഇൻ്റർവെല്ല്, 3 to ഇൻഫിനിറ്റി വരെയുള്ള ഇൻ്റർവെല്ല്. ഇനി നമ്മൾ ചെയ്യുന്നത് ഈ ഓരോ ഇൻ്റർവെല്ലിലുമുള്ള ആർബിട്രറി പോയിൻറ്റ്സ് ചൂസ് ചെയ്യുന്നു. എഫ് ഡാഷ് എക്സിൻ്റെ സൈന് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്ന് ചെക്ക് ചെയ്യുന്നു. മൈനസ് ഇൻഫിനിറ്റി മുതൽ 0 വരെയുള്ള ഇൻ്റർവെല്ലിലുള്ള ഒരു ആർബിട്രറി പോയിൻ്റ് എന്ന് പറഞ്ഞാൽ എനിക്ക് വേണമെങ്കിൽ -1 എടുക്കാം. -1 ഇവിടെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കുന്നു. 4 into -1 square is +1. സോ 4 into -1 minus 3 is -4. സോ സൈൻ ഇവിടെ നെഗറ്റീവാണ് വരുന്നത്. എഫ് ഡാഷ് എക്സിൻ്റെ വാല്യൂ ഈ സമയത്ത് നെഗറ്റീവാണ്. ഓക്കെ, ഇനി 0 മുതൽ 3 വരെയുള്ള ഇൻ്റർവെല്ലിൽ ഒരു പോയിന്റ് ചൂസ് ചെയ്യുന്നു. ലെറ്റ് us choose 1 ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കാം. 1 square is 1. 4 into 1 into 1 minus 3 is -2. അഗെയിൻ നെഗറ്റീവാണ്. സോ ഹിയർ ഓൾസോ എഫ് ഡാഷ് എക്സ് ഇസ് നെഗറ്റീവ്. ഇനി 3 മുതൽ ഇൻഫിനിറ്റി വരെയുള്ള ഏതെങ്കിലും ഇൻ്റർവെല്ലിലെ ഏതെങ്കിലും ഒരു പോയിന്റ് 4 ചൂസ് ചെയ്യാം. 4 ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ 4 into 4 square into 4 minus 1 is പോസിറ്റീവ്. മൊത്തം നമുക്ക് എഫ് ഡാഷ് എക്സ് പോസിറ്റീവായിട്ടാണ് ലഭിക്കുന്നത്. So here f dash x has same sign in the interval minus infinity 0 and 0 3. So there is no relative extrema at the point x equal to 0. ഇവിടെ ഫംഗ്ഷൻ എഫ് ഡാഷ് എക്സിൻ്റെ സൈന് ചേഞ്ച് ചെയ്യാത്തത് കൊണ്ട് 0 എന്ന പോയിന്റ് റിലേറ്റീവ് എക്സ്ട്രീമ അല്ല. അത് ക്രിറ്റിക്കൽ നമ്പർ ആണെങ്കിലും റിലേറ്റീവ് എക്സ്ട്രീമ അല്ല. അതേസമയം 3 എന്ന ക്രിറ്റിക്കൽ നമ്പർ എടുത്താൽ അതിന് മുമ്പുള്ള ഇൻ്റർവെല്ലിൽ എഫ് ഡാഷ് എക്സ് നെഗറ്റീവാണ്, അതിനുശേഷം എഫ് ഡാഷ് എക്സ് പോസിറ്റീവാണ്. So we can say that 3 is a relative minimum value. So the function is decreasing from 0 to 3 and from 3 to infinity it is increasing. ഈ രീതിയിലാണ് നിൽക്കുക. ഫംഗ്ഷൻ്റെ വാല്യൂ എഫ് ഡാഷ് എക്സ് ഇവിടെ നെഗറ്റീവാണ്, അതിനുശേഷം പോസിറ്റീവാണ്. So 3 is a point of relative minimum, or f of 3 is the relative minimum value of the function. So here f of 3 is 3 cube minus 4 into 3 cube plus 12, which is equal to -15.
സോ ഈ ഫംഗ്ഷന് ഒരു റിലേറ്റീവ് മിനിമം മാത്രമേ ഉള്ളൂ, അത് -15 ആണ്. ആൻഡ് ദിസ് ഫംഗ്ഷൻ ഹാസ് നോ റിലേറ്റീവ് മാക്സിമം. Another problem, find the relative extrema of f of x equal to 15x raised to 2 by 3 minus 3x raised to 5 by 3. f dash x കണ്ടുപിടിക്കുന്നു. So we have to apply the formula. Derivative of x raised to 2 by 3 is 2 by 3 into x raised to 2 by 3 minus 1. That is 2 by 3 into x raised to minus 1 by 3. So 10 into 15 into 2 by 3 into x raised to minus 1 by 3. അതാണ് ഇവിടെ 10x raised to minus 1 by 3 എന്ന് ലഭിച്ചത്. Now we have minus 3 into 5 by 3 x raised to 5 by 3 minus 1. So we have minus 5 x raised to 2 by 3. So x raised to minus 1 by 3 and 5 are common factors. രണ്ടും നമ്മൾ പുറത്തേക്ക് എടുത്തു. So this becomes 2 minus x. So it can be rearranged to write 5 into 2 minus x divided by x raised to 1 by 3. x raised to minus 1 by 3 എന്നതിനെ ഡിനോമിനേറ്ററിലേക്ക് മാറ്റി എഴുതിയാൽ x raised to 1 by 3 എന്ന് എഴുതാം. സോ എക്സിൻ്റെ പവേഴ്സ് നെഗറ്റീവായിട്ട് നിൽക്കുന്ന സമയത്ത് ഇത്തരത്തിൽ എഴുതാൻ ശ്രദ്ധിക്കുക. എങ്കിൽ മാത്രമേ നമുക്ക് ഫംഗ്ഷൻ ഡിഫൈൻഡ് അല്ലാത്ത പോയിന്റ്സ് എളുപ്പത്തിൽ കണ്ടുപിടിക്കാനാവൂ. സോ ദ ഫംഗ്ഷൻ ഹിയർ ഇസ് നോട്ട് കണ്ടിന്യൂസ് അറ്റ് ദ പോയിന്റ് x equal to 0. സോ x equal to 0 ഒരു ക്രിറ്റിക്കൽ നമ്പറാണ്. ദെൻ എഫ് ഡാഷ് എക്സ് 0 ആവുന്ന പോയിന്റ്സ് x equal to 2 ആണ്. So critical numbers of this function f are 0 and 2. So നമുക്ക് രണ്ട് ഇൻ്റർവെൽസ് ആണുള്ളത്. -∞ മുതൽ 0 വരെയുള്ള ഒരു ഇൻ്റർവെൽ, രണ്ടല്ല 3 ഇൻ്റർവെൽസ് ഉണ്ട്. -∞ to ∞ വരെയുള്ളതിൽ നമുക്ക് 2 പോയിന്റ്സ് മാർക്ക് ചെയ്യാനുണ്ട്. ഒന്ന് 0യും ഒന്ന് 2വുമാണ്. സോ സബ് ഇൻ്റർവെൽസ് എടുക്കേണ്ടത് -∞ to 0, 0 to and 2 ∞. ഈ 3 ഇൻ്റർവെല്ലിലും ആർബിട്രറി പോയിന്റ്സ് സെലക്ട് ചെയ്യുന്നു. എഫ് ഡാഷ് എക്സ് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്ന് നോക്കുന്നു. -∞ to 0 അതിനിടയിലുള്ള ഒരു പോയിന്റ് എന്ന് പറഞ്ഞാൽ -1 എടുക്കാം. -1 ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കിയാൽ 2 മൈനസ് -1 എന്ന് വരും. അത് പോസിറ്റീവാണ്. താഴെ -1 raised to 1 by 3 എന്ന് വരും. സോ ഇറ്റ് ഈസ് നെഗറ്റീവ്. സോ ഹിയർ എഫ് ഡാഷ് എക്സ് ഈസ് നെഗറ്റീവ് വാല്യൂ. ദെൻ 0 to 2 വരെയുള്ള പോയിന്റ് എടുത്തു കഴിഞ്ഞാൽ 1 എന്ന് പറഞ്ഞ പോയിന്റ് എടുത്തു എന്ന് വിചാരിക്കുക. 1 എടുത്തു കഴിഞ്ഞാൽ ഇത് പോസിറ്റീവാണ്, താഴെയും പോസിറ്റീവാണ്. സോ ഹിയർ എഫ് ഡാഷ് എക്സ് ഇസ് പോസിറ്റീവ്. ആൻഡ് 2 to ∞ വരെയുള്ള ഒരു ഇൻ്റർവെല്ലിലുള്ള പോയിന്റ് എന്ന് പറഞ്ഞാൽ 3 എടുക്കാം. 3 എടുത്താൽ ഇവിടെ നെഗറ്റീവാണ് വരുന്നത്, ഇവിടെ പോസിറ്റീവാണ്. സോ ഓൾ ടുഗദർ ഇറ്റ് ഈസ് നെഗറ്റീവ്. സോ -∞ മുതൽ 0 വരെ എഫ് ഡാഷ് എക്സ് നെഗറ്റീവും 0 to 2 എഫ് ഡാഷ് എക്സ് പോസിറ്റീവുമാണ്. സോ ഡിക്രീസിങ് ആയിരുന്ന ഒരു ഫംഗ്ഷൻ 0 എന്ന പോയിന്റ് വെച്ച് ഇൻക്രീസിങ് ആവാൻ തുടങ്ങി. സോ 0, ദ പോയിന്റ് 0 ഈസ് എ പോയിന്റ് ഓഫ് റിലേറ്റീവ് മിനിമം. സോ എഫ് ഹാസ് എ റിലേറ്റീവ് മിനിമം അറ്റ് 0. And the relative minimum value is f of 0. f of 0 is 0. So relative minimum is 0. And ഇവിടെ നോക്കിയാൽ 0 to 2 വരെ ഫംഗ്ഷൻ എഫ് ഡാഷ് എക്സ് പോസിറ്റീവ് ആണ്. 2 to ∞ എഫ് ഡാഷ് എക്സ് നെഗറ്റീവ് ആണ്. ഇൻക്രീസിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഫംഗ്ഷൻ ഡിക്രീസ് ചെയ്യാൻ തുടങ്ങി. So the point 2 is a point of relative maximum. And the relative maximum value is f of 2. ഇവിടെ എഫ് ഓഫ് എക്സിൽ എക്സിന് 2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ദ വാല്യൂ ഈസ് നിയർലി ഈക്വൽ ടു 14.29. സോ ദ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ഹാസ് റിലേറ്റീവ് മിനിമം വാല്യൂ 0 ആൻഡ് റിലേറ്റീവ് മാക്സിമം വാല്യൂ 14.29. സോ നമ്മൾ ഗ്രാഫ് ഒന്നും വരയ്ക്കാതെ തന്നെ ഒരു ഫംഗ്ഷൻ്റെ റിലേറ്റീവ് എക്സ്ട്രീമ കണ്ടുപിടിക്കുന്ന മെത്തേഡാണ് ഇപ്പം നമ്മൾ പഠിച്ചത്. ഫസ്റ്റ് ഡെറിവേറ്റീവ് ടെസ്റ്റ് ഉപയോഗിച്ചാണ് നമ്മളിത് ചെയ്യുന്നത്. മുമ്പൊരു ക്ലാസ്സിൽ നമ്മൾ അബ്സല്യൂട്ട് മാക്സിമ ആൻഡ് അബ്സല്യൂട്ട് മിനിമ കാണാനുള്ളൊരു മെത്തേഡ് പഠിച്ചിരുന്നു. അവിടെ നമ്മൾ ചെയ്തത് ക്രിറ്റിക്കൽ നമ്പേഴ്സ് കണ്ടുപിടിക്കുന്നു. ഇതുപോലെ തന്നെയായിരുന്നു അവിടെയും ചെയ്തിട്ടുണ്ടായിരുന്നത്. ക്രിറ്റിക്കൽ നമ്പേഴ്സ് കണ്ടുപിടിക്കുന്നു. ആ ക്രിറ്റിക്കൽ നമ്പേഴ്സിൽ ഫംഗ്ഷൻ്റെ വാല്യൂസ് എന്തൊക്കെയാണെന്ന് കണ്ടുപിടിക്കുന്നു. അതിൽ ഏറ്റവും കൂടി നിൽക്കുന്ന വാല്യൂ ആണ് അബ്സല്യൂട്ട് മാക്സിമ വരുന്നത്. ഏറ്റവും കുറഞ്ഞു നിൽക്കുന്ന വാല്യൂ ആണ് അബ്സല്യൂട്ട് മിനിമ വരുന്നത്. പക്ഷേ ആ ഒരു മെത്തേഡ് ഉപയോഗിച്ച് നമുക്ക് റിലേറ്റീവ് മാക്സിമവും റിലേറ്റീവ് മിനിമവും കണ്ടുപിടിക്കാൻ പറ്റില്ലായിരുന്നു. ഇവിടെ നമ്മൾ ചെയ്യുന്നത് ക്രിറ്റിക്കൽ നമ്പേഴ്സിൽ ഏതെങ്കിലും റിലേറ്റീവ് മാക്സിമ ആയി വരാൻ അല്ലെങ്കിൽ റിലേറ്റീവ് മിനിമ ആയിട്ട് വരാൻ സാധ്യതയുണ്ടോ എന്നുകൂടെ നമുക്ക് കണ്ടുപിടിക്കാനായി ഫസ്റ്റ് ഡെറിവേറ്റീവ് ടെസ്റ്റ് ഉപയോഗിച്ചുകൊണ്ട്. അതിനായി നമ്മൾ എക്സ്ട്രാ ആയിട്ട് ചെയ്യേണ്ടി വന്നത് മുമ്പ് ചെയ്തതുപോലെ തന്നെ നമ്മൾ ക്രിറ്റിക്കൽ നമ്പേഴ്സ് ആദ്യം കണ്ടുപിടിക്കുന്നു. മൊത്തം തന്നിരിക്കുന്ന ഡൊമെയിനെ നമ്മൾ ആ ക്രിറ്റിക്കൽ നമ്പേഴ്സ് മാർക്ക് ചെയ്യുന്നു. അതിനുശേഷം ആ ഡൊമെയിനെ നമ്മൾ സബ് ഇൻ്റർവെൽസ് ആക്കി മാറ്റുന്നു. ഓരോ ഇൻ്റർവെല്ലിലുള്ള ആർബിട്രറി പോയിന്റ്സ് എടുത്തുകൊണ്ട് എഫ് ഡാഷ് എക്സ് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്ന് ചെക്ക് ചെയ്യുന്നു.
ഓക്കെ, നെഗറ്റീവ് ആയിരുന്ന വാല്യൂ പോസിറ്റീവിലേക്ക് മാത്രം മാറുന്ന ആ ഒരു പർട്ടിക്കുലർ പോയിന്റ് ആണെങ്കിൽ നെഗറ്റീവ് ആയിരുന്നത് പോസിറ്റീവിലേക്ക് മാറി. ഇത്തരത്തിൽ നിങ്ങൾ ഗ്രാഫ് മനസ്സിൽ കാണാം. ഡിക്രീസിങ് ആയിരുന്ന ഫംഗ്ഷൻ ഇൻക്രീസിങ് ആവാൻ തുടങ്ങി. സോ ആ പോയിന്റ് റിലേറ്റീവ് മിനിമം ആയിരിക്കും. താഴ്ന്ന് വന്നിട്ട് ഉയരുക എന്ന് പറയുമ്പോൾ റിലേറ്റീവ് മിനിമം ആണ് വരിക. പോസിറ്റീവ് ആയിരുന്ന വാല്യൂ നെഗറ്റീവിലേക്ക് മാറിയിട്ടുണ്ടെങ്കിൽ ഇൻക്രീസിങ് ആയിരുന്ന ഫംഗ്ഷൻ ഡിക്രീസിങ് ആവാണ്. അവിടെ റിലേറ്റീവ് മാക്സിമം ആണ് വരുന്നത്. അത്തരത്തിൽ ഫംഗ്ഷൻ്റെ റിലേറ്റീവ് മാക്സിമ ആൻഡ് മിനിമ കണ്ടുപിടിക്കാൻ നമുക്ക് ഫസ്റ്റ് ഡെറിവേറ്റീവ് ടെസ്റ്റ് ഉപയോഗിക്കാം. കുറച്ച് എക്സാമ്പിൾസ് ചെയ്ത് നോക്കിയിട്ട് നമുക്ക് നിർത്താം. ഇവിടെ ഒരു ഗ്രാഫ് തന്നിട്ടുണ്ട്. വി ഹാവ് ടു ഫൈൻഡ് ദ ഇൻ്റർവെൽസ് ഓൺ വിച്ച് എഫ് ഇസ് ഇൻക്രീസിങ്, കോൺസ്റ്റൻറ്റ് ആൻഡ് ഡിക്രീസിങ്. ഗ്രാഫ് നോക്കിയാൽ നമുക്ക് മനസ്സിലാവുന്നുണ്ട് ഫംഗ്ഷൻ -∞ മുതൽ 2 വരെ ഇൻക്രീസിങ് ആണ്. -∞ മുതൽ -2 വരെ ഫംഗ്ഷൻ ഇൻക്രീസിങ് ആണ്. -2 മുതൽ 2 വരെ ഫംഗ്ഷൻ കോൺസ്റ്റൻ്റ് ആയിട്ടാണ് നിൽക്കുന്നത് വാല്യൂ. Then 2 to infinity function decreasing ആണ്. Then you have to find the relative maxima and relative minima. In the interval -∞ to -2, f dash x is positive. From -2 to 2, f dash x equal to 0. And from 2 to infinity, f dash x is negative. So here f dash x പോസിറ്റീവ് ആയിരുന്ന വാല്യൂവിൽ നിന്ന് 0യിലേക്കാണ് മാറിയിരിക്കുന്നത്. നമുക്ക് വേണ്ടത് പോസിറ്റീവിൽ നിന്ന് നെഗറ്റീവിലേക്ക് മാറുകയാണെങ്കിൽ മാത്രമേ ഫംഗ്ഷന് റിലേറ്റീവ് മാക്സിമം ഉണ്ട് എന്ന് പറയാനാവൂ. സോ ദ പോയിന്റ് -2 ഹിയർ ഇസ് നോട്ട് എ പോയിന്റ് ഓഫ് റിലേറ്റീവ് മാക്സിമം. 2 എന്ന പോയിന്റ് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാലും ഇവിടെ 0 ആയിരുന്നത് നെഗറ്റീവിലേക്ക് മാറുകയാണ് ചെയ്തത്. സോ 2 ഈസ് നോട്ട് എ പോയിന്റ് ഓഫ് റിലേറ്റീവ് മാക്സിമം. സോ ദിസ് ഫംഗ്ഷൻ ഹാസ് നോ റിലേറ്റീവ് മാക്സിമ ഓർ റിലേറ്റീവ് മിനിമ. ആൻഡ് വാട്ട് അബൌട്ട് ദിസ് ഫംഗ്ഷൻ? ഇവിടെ നോക്കിയാൽ ഫംഗ്ഷൻ്റെ വാല്യൂ ഇൻക്രീസ് ചെയ്തുകൊണ്ട് വരികയാണ്. ഇവിടെ -2 സംതിങ് ഉള്ളതിൽ നിന്ന് കുറഞ്ഞ് -1 ആയി, ദെൻ 0 ആയി. സോ ഫംഗ്ഷൻ്റെ വാല്യൂ കൂടി വരുന്നുണ്ട്. 0 എന്ന പോയിന്റ് നോക്കിക്കഴിഞ്ഞാൽ അതൊരു ക്രിട്ടിക്കൽ നമ്പറാണ്. കാരണം ഇവിടെ നമ്മൾ ടാൻജൻറ്റ് വരച്ചാൽ എക്സ് ആക്സിസിന് പെർപെൻഡിക്കുലർ ആണ്. സോ എഫ് ഡാഷ് എക്സ് ഡസൻറ്റ് എക്സിസ്റ്റ് ഹിയർ. ദെൻ ഫ്രം 0 to infinity ഫംഗ്ഷൻ വീണ്ടും ഇൻക്രീസിങ് ആണ്. സോ എഫ് ഡാഷ് എക്സിൻ്റെ സൈന് നമ്മൾ നോക്കിയാൽ പോസിറ്റീവ് ആയിരുന്ന വാല്യൂ വീണ്ടും പോസിറ്റീവ് ആയിട്ട് തന്നെയാണ് നിൽക്കുന്നത്. സോ ദിസ് ഫംഗ്ഷൻ ഹാസ് നോ റിലേറ്റീവ് മിനിമ ഓർ മാക്സിമ. വാട്ട് അബൌട്ട് ദിസ് ഫംഗ്ഷൻ? ഗ്രാഫ് നോക്കിയാൽ നമുക്കറിയുന്നത് -∞ മുതൽ -1 എത്തുന്നത് വരെ, -∞ to -1 എത്തുന്നത് വരെ ഫംഗ്ഷൻ്റെ വാല്യൂ കുറഞ്ഞു വരുന്നുണ്ട്. സോ ഇവിടെ എഫ് ഡാഷ് എക്സ് കണ്ടാൽ അത് നെഗറ്റീവാണ്. ദെൻ -1 മുതൽ നമുക്കിവിടെ എക്സ് ആക്സിസിൽ മാർക്ക് ചെയ്യാം. -∞ മുതൽ -1 വരെ എഫ് ഡാഷ് എക്സിൻ്റെ വാല്യൂ നെഗറ്റീവാണ്, സൈന് നെഗറ്റീവാണ്. ദെൻ -1ന് കറസ്പോണ്ടിങ് ആയുള്ള പോയിന്റ് തൊട്ട് ഫംഗ്ഷൻ്റെ വാല്യൂ ഇൻക്രീസ് ചെയ്യാൻ തുടങ്ങുകയാണ്. എക്സ് ഈക്വൽ ടു 1 ആവുന്നത് വരെ അത് ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. സോ നമുക്ക് ഇവിടെ -1 മുതൽ 1 വരെ എഫ് ഡാഷ് എക്സ് പോസിറ്റീവ് ആണ് എന്ന് മനസ്സിലായി. ദെൻ 1 to infinity ഫംഗ്ഷൻ വീണ്ടും കുറഞ്ഞു വരികയാണ് വാല്യൂ. ഇവിടെ എഫ് ഡാഷ് എക്സ് നെഗറ്റീവാണ്. സോ എഫ് ഡാഷ് എക്സിൻ്റെ വാല്യൂ നോക്കിക്കഴിഞ്ഞാൽ, സൈന് നോക്കിക്കഴിഞ്ഞാൽ നെഗറ്റീവ് ആയിരുന്ന എഫ് ഡാഷ് എക്സ് പോസിറ്റീവായിട്ട് മാറി. ഏത് പോയിന്റിൽ? -1 എന്ന പോയിന്റ് വെച്ചിട്ടാണ് ഷിഫ്റ്റിംഗ് നടന്നിരുന്നത്. സോ എക്സ് ഈക്വൽ ടു -1 ഇസ് എ പോയിന്റ് ഓഫ് റിലേറ്റീവ് മിനിമ. ഓക്കെ, ഓർ എഫ് ഓഫ് -1, അതിവിടെ പറയുന്നത് -1/2 ആണ്. എഫ് ഓഫ് -1 എന്ന് പറയുന്നത് -1/2 ആണ്. സോ ഈ ഫംഗ്ഷൻ്റെ റിലേറ്റീവ് മിനിമ എന്ന് പറയുന്നത് -1/2 ആണ്. 1 എന്ന പോയിന്റ് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ തൊട്ട് ഇവിടം വരെ എഫ് ഡാഷ് എക്സ് പോസിറ്റീവ് ആയിരുന്നു. ദെൻ 1 to infinity എഫ് ഡാഷ് എക്സ് നെഗറ്റീവാണ്. പോസിറ്റീവ് ആയിരുന്ന എഫ് ഡാഷ് എക്സിൻ്റെ നെഗറ്റീവായിട്ട് മാറി. സോ 1 is a point of relative maxima, or f of 1 which is equal to 1/2 is the relative maximum value of this function. സോ ഇത്തരത്തിൽ ഗ്രാഫ് നോക്കിയിട്ട് നമുക്ക് വളരെ എളുപ്പത്തിൽ ഫംഗ്ഷൻ്റെ റിലേറ്റീവ് മാക്സിമവും റിലേറ്റീവ് മിനിമവും കണ്ടുപിടിക്കാനാവും. ഇൻക്രീസിങ് ആയിരുന്ന ഫംഗ്ഷൻ ഡിക്രീസിങ് ആവുകയാണെങ്കിൽ ആ പോയിന്റ് റിലേറ്റീവ് മാക്സിമം ആണ്. ഡിക്രീസിങ് ആയിരുന്ന ഫംഗ്ഷൻ ഇൻക്രീസിങ് ആവുകയാണെങ്കിൽ ആ കറസ്പോണ്ടിങ് പോയിന്റ് റിലേറ്റീവ് മിനിമം ആണ്. Some more examples are given here. Find the intervals on which f is increasing or decreasing, and find the relative maxima and relative minima of f. ജസ്റ്റ് ഒരു പ്രോബ്ലം കൂടെ ചെയ്തിട്ട് നമുക്ക് നടത്താം. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 2x³ + 3x² -12x + 5. മുമ്പ് ചെയ്ത പ്രൊസീജിയറിലൂടെ ഒന്നുകൂടെ കടന്നു പോവാണ്. ഫസ്റ്റ് ഓഫ് ഓൾ ഐ ഹാവ് ടു ഫൈൻഡ് എഫ് ഡാഷ് എക്സ്. എഫ് ഡാഷ് എക്സ് ഇസ് 6x² + 6x - 12. എഫ് ഡാഷ് എക്സ് -∞ to infinity ഡിഫൈൻഡ് ആണ്. ഇനി എഫ് ഡാഷ് എക്സ് ഈക്വൽ 0 ആവുന്ന പോയിന്റ്സ് നമുക്ക് കണ്ടുപിടിക്കണം, ക്രിട്ടിക്കൽ നമ്പേഴ്സ് കണ്ടുപിടിക്കാൻ. എഫ് ഡാഷ് എക്സ് ഈക്വൽ 0 ഇംപ്ലൈസ് 6 ഇവിടെ കോമൺ ഫാക്ടർ ആണ്. 6 × x² + x - 2 = 0. ദാറ്റ് ഈസ് 6 × x + 2 × x - 1 = 0.
So the points are x equal to 1 and minus 2. So critical numbers of this function are x equal to 1 and minus 2. Then we will subdivide the interval minus infinity to sub-intervals. ഇതിനിടയ്ക്ക് നമുക്ക് രണ്ട് പോയിൻറ്റ്സ് ആണ് മാർക്ക് ചെയ്യാനുള്ളത്. -2 എന്ന പോയിൻറ്റും 1 എന്ന പോയിൻറ്റും. സോ 3 ഇൻ്റർവെൽസ് ആണ്, സബ് ഇൻ്റർവെൽസ് ആണ് നമുക്ക് ലഭിച്ചത്. -infinity to -2, then -2 to 1 and 1 to infinity. So we have the sub-intervals here. Now we have to find an arbitrary point from this intervals. -infinity to -1 എന്ന് പറയുമ്പോൾ നമുക്ക് -3 ചൂസ് ചെയ്യാം. -2നും 1നും ഇടയിലുള്ള പോയിൻ്റ് ആയിട്ട് 0 ചൂസ് ചെയ്യാം. 1 മുതൽ ഇൻഫിനിറ്റി വരെയുള്ള ഇൻ്റർവെല്ലിലെ പോയിൻ്റ് ആയിട്ട് 2 ചൂസ് ചെയ്യാം. ഇനി എനിക്ക് ആകെ ആവശ്യമുള്ളത് സൈൻ ഓഫ് എഫ് ഡാഷ് എക്സ് ആണ്. ഈ കറസ്പോണ്ടിങ് പോയിൻറ്റ്സിൽ എഫ് ഡാഷ് എക്സിൻ്റെ സൈൻ എന്താണ് എന്ന് കണ്ടുപിടിക്കണം. സോ എഫ് ഡാഷ് എക്സ് നമ്മളിവിടെ എഴുതി വെച്ചിട്ടുണ്ട്. എഫ് ഡാഷ് എക്സ് സ്കിയർ 6x² + 6x - 2. അവിടെ നമ്മൾ എക്സിന് -3യും 0യും 2വും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. -3 എന്ന പോയിന്റിൽ എഫ് ഡാഷ് എക്സിൻ്റെ വാല്യൂ 24 ആണ്, അത് പോസിറ്റീവ് ആണ്. 0ലെ എഫ് ഡാഷ് എക്സിൻ്റെ വാല്യൂ -12, ഇറ്റ് ഈസ് നെഗറ്റീവ്. ആൻഡ് അറ്റ് 2 എഫ് ഡാഷ് എക്സ് ഹാസ് വാല്യൂ 24 വിച്ച് ഇസ് പോസിറ്റീവ്. സോ -2 എന്ന വാല്യൂവിൻ്റെ മുമ്പ് എഫ് ഡാഷ് എക്സ് പോസിറ്റീവും അതിനുശേഷം എഫ് ഡാഷ് എക്സ് നെഗറ്റീവുമാണ്. പോസിറ്റീവ് ആയിരുന്നത് നെഗറ്റീവായിട്ട് മാറിയാൽ അവിടെ റിലേറ്റീവ് മാക്സിമം ആണ് വരുന്നത്. സോ ഹിയർ റിലേറ്റീവ് മാക്സിമം വാല്യൂ ഈക്വൽ ടു എഫ് ഓഫ് -2. ഇനി 1 എന്ന പോയിന്റ് നോക്കിയാൽ നെഗറ്റീവ് ആയിരുന്ന എഫ് ഡാഷ് എക്സ് പോസിറ്റീവായിട്ട് മാറി. -2 to 1 എഫ് ഡാഷ് എക്സ് നെഗറ്റീവാണ്, 1 to ഇൻഫിനിറ്റി എഫ് ഡാഷ് എക്സ് പോസിറ്റീവാണ്. സോ റിലേറ്റീവ് മിനിമം വാല്യൂ ഈക്വൽ ടു എഫ് ഓഫ് 1. കാരണം 1ന് മുമ്പ് ഡിക്രീസിങ് ആയിരുന്നു, ദെൻ ഇൻക്രീസിങ് ആയിട്ട് മാറി. സോ റിലേറ്റീവ് മിനിമം വാല്യൂ വരുന്നത് എഫ് ഓഫ് 1 ആണ്. ഹിയർ എഫ് ഓഫ് -2 is 25 ആൻഡ് എഫ് ഓഫ് 1 is -2. എഫ് ഓഫ് എക്സ് ഇവിടെ തന്നിട്ടുണ്ട്. എക്സിൽ നമ്മൾ -2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. എഫ് ഓഫ് -2 25 ആണ്. ഇവിടെ എക്സിൽ 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ എഫ് ഓഫ് 1 -2 ആണ്. സോ റിലേറ്റീവ് മാക്സിമം വാല്യൂ ഓഫ് ദിസ് ഫംഗ്ഷൻ is 25 ആൻഡ് ദ റിലേറ്റീവ് മിനിമം വാല്യൂ ഓഫ് ദ ഫംഗ്ഷൻ is -2. Now try to do the problems 10, 12, 15 and 16 and find the relative maxima and minima of the corresponding functions.